ദൈവത്തിന് സ്തോത്രം. ഇന്നൊരു പ്രത്യേക ദിവസമാണ്. വിവാഹിതരാകുന്ന ഒരു യുവാവും ഒരു യുവതിയും നമ്മുടെ മധ്യത്തിലുണ്ട്. അതുകൊണ്ട് എൻ്റെ സന്ദേശം വാസ്തവത്തിൽ അവർക്ക് വേണ്ടിയാണ്. പക്ഷേ എനിക്കറിഞ്ഞുകൂടാ അവർ കേൾക്കുമോ ഇല്ലയോ എന്ന്. അവർ ചില സ്വപ്നങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇരിക്കുകയായിരിക്കാം. പക്ഷേ ബാക്കിയുള്ളവർ ശ്രദ്ധിക്കണം, വിവാഹിതരാകുന്നവരും ശ്രദ്ധിക്കണം. അതിനു മുമ്പ് ഒരു ഫലിതം പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു യഥാർത്ഥ സംഭവം. അമേരിക്കയിലെ ഒരു ചർച്ചിൽ വെള്ളക്കാരായ 2 പേര് വിവാഹിതരായി, സ്ത്രീയും പുരുഷനും. ചർച്ചിൽ നിന്ന് അവർ വെളിയിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഫോട്ടോഗ്രാഫർ പറഞ്ഞു, കുറച്ച് ഫോട്ടോ എടുക്കണം VIP-മാരുമായിട്ട്, ബന്ധുക്കളുമായിട്ട്. അതിനൊരു നല്ല സ്ഥലം നോക്കിയപ്പോൾ ലൈറ്റും ഒക്കെ നോക്കിയിട്ട് പറഞ്ഞു, ഇങ്ങോട്ടൊന്ന് മാറി നിൽക്കാം, സൈഡിലോട്ട് മാറിയിരുന്നു. ഫോട്ടോകളെടുത്ത് 1, 2, 3, 4, 5, 10, 20 ഒത്തിരി ഫോട്ടോ എടുത്തു. ഫോട്ടോ എല്ലാം ഡെവലപ്പ് ചെയ്ത് വന്നപ്പോഴാണ് ഒരു കാര്യം കണ്ടത്. ആ ചർച്ചിൻ്റെ ഒരു പരസ്യം, അതിന് ബിൽ ബോർഡ് എന്നവിടെ പറയും, സൈൻ ബോർഡ് നമ്മൾ പറയും, അതവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ചർച്ചിൻ്റെ പേര്, ആരാധനയുടെ സമയം. അതിൻ്റെ താഴെ ഈ ആഴ്ചത്തെ വേദവാക്യം. ആ വേദവാക്യം ഇങ്ങനെയായിരുന്നു എഴുതിയിരുന്നത്: പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്നറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ലൂക്കോസ് 23:34. അവർക്കും അറിയാമായിരുന്നു, പക്ഷേ ആ ബോർഡ് അങ്ങനെ വന്നെന്നുള്ളതേ ഉള്ളൂ. മണവാളനും മണവാട്ടിയോടും ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ മാതാപിതാക്കൾക്കും അറിയാം, മണവാട്ടിയുടെ മാതാപിതാക്കൾക്കും അറിയാം, മണവാളൻ്റെ മാതാപിതാക്കൾക്കും അറിയാം. സകലരും ചിന്തിച്ച് പ്രാർത്ഥിച്ച് വിവാഹ ഉറപ്പ് നടന്നു. ഇന്ന് വിവാഹം നടക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചിട്ടാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. എങ്കിലും ഞാൻ നിങ്ങളെ ആശംസിക്കുകയാണ്. നിങ്ങളുടെ വിവാഹ ജീവിതം ഒരു പ്രേമ സാഗരമായിരിക്കട്ടെ, സ്നേഹക്കടൽ ആയിരിക്കട്ടെ. ഇത് സംഭവിക്കുവാനായിട്ട് നമുക്ക് പഠിക്കാം. എന്താണ് സ്നേഹം? എന്താണ് വേദപുസ്തകം നിർവഹിക്കുന്ന ഭാര്യാഭർത്താക്കന്മാർക്കുള്ള സ്നേഹം? ഇതാ ചില കാര്യങ്ങൾ. ഒന്നാമത്തെ ഭാഗത്തിനകത്ത് ലവ് ഈസ് അൺകണ്ടീഷണൽ. ചിലർ ലവ് എന്ന് പറയും, ലവ് അല്ല, ലവ്. ലവ് ഈസ് അൺകണ്ടീഷണൽ. ഇണ തുണ ആയിരിക്കുന്ന നിലയിൽ ബഹുമാനത്തോടുകൂടെ സ്നേഹിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ്. വെറുതെ സ്നേഹിക്കുകയല്ല, ബഹുമാനത്തോടെ സ്നേഹിക്കുക. തുണയെ ശക്തി ഉപയോഗിച്ച് പെട്ടെന്ന് വളച്ച് സ്വന്തം ഭാവനയിലുള്ള വ്യക്തിയാക്കാൻ ശ്രമിക്കരുത്. ഭാര്യ ശ്രമിക്കരുത്, ഭർത്താവും ശ്രമിക്കരുത്. ശ്രമിച്ചാൽ നോവും. വളരെ വേഗത്തിൽ നോവും. ചിലപ്പോൾ കയ്യിലൊക്കെ കൊണ്ട് കയറിയെന്ന് വരും, ചോരയൊലിക്കും, ചിലപ്പോൾ സെപ്റ്റിക് ആകാൻ സാധ്യതയുണ്ട്. വിവാഹ ജീവിതത്തിലെ കാര്യം പറയുകയാണ് കേട്ടോ. അതുകൊണ്ട് ഹല്ലേലൂയ, വളരെ ശ്രദ്ധിച്ച് സ്നേഹത്തോടെ, കരുതലോടെ, ബഹുമാനത്തോടെ, സാവധാനത്തിൽ, സ്നേഹത്തോടെ വ്യത്യാസം വരുത്തുവാൻ ശ്രമിക്കുക. സാവധാനത്തിൽ. ദൈവം നമ്മളെല്ലാവരെയും, നിങ്ങളെ സ്നേഹിച്ചത് നോക്കിയാട്ടെ. രക്ഷിക്കപ്പെട്ട ഉടനെയല്ല അവൻ സ്നേഹിച്ചത്, വ്യത്യാസം വരുത്തിയതും രക്ഷിക്കപ്പെട്ട ഉടനെയല്ല. ഹല്ലേലൂയ. എനിക്ക് എൻ്റെ മേശപ്പുറത്ത് ഒരു സൈൻ ബോർഡ് ഉണ്ടാക്കി വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്രകാരം ഒരു സൈൻ: പ്ലീസ് വെയിറ്റ്, ഗോഡ് ഈസ് സ്റ്റിൽ വർക്കിംഗ് വിത്ത് മീ. കാത്തിരുന്നാട്ട്, ദൈവം എന്നിൽ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ട്, അവൻ പ്രവർത്തിച്ചു തീർന്നിട്ടില്ല. ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട് 50 വർഷമായി. ഇപ്പോഴും അവൻ എന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നിങ്ങളുടെ വിവാഹ ജീവിതത്തിലും സാവധാനത്തിൽ പ്രവർത്തിക്കുക, മാറ്റുവാൻ ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം, നീ മണവാളൻ, മണവാട്ടി, ഭർത്താവ്, ഭാര്യ, നിങ്ങളെല്ലാവരും, ഞാനും നീയും, നീ തുണയുടെ കപ്പ്, പാനപാത്രം നിറഞ്ഞു കവിയുന്നത് വരെ സ്നേഹിക്കുക. 1 യോഹന്നാൻ 4:19. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം അവനെ സ്നേഹിക്കുന്നു. യേശു നമ്മെ സ്നേഹിച്ചു. ആരാണ് ആദ്യം സ്നേഹിച്ചത്? നമ്മളല്ല, യേശു. അതുപോലെ ഞാനും എൻ്റെ ഭാര്യയെ, മണവാളൻ നിൻ്റെ ഭാര്യയെ, മണവാട്ടി നിൻ്റെ ഭർത്താവിനെ ആദ്യം സ്നേഹിക്കണം. ആരാണ് കൂടുതൽ സ്നേഹിച്ചത്? യേശു. നാം യേശുവിനെ സ്നേഹിക്കുന്നതിന് മുൻപേ യേശു നമ്മെ സ്നേഹിച്ചതുപോലെ, അവൻ നമ്മെ അളവില്ലാതെ സ്നേഹിച്ചതുപോലെ, ഹല്ലേലൂയ, അഗപ്പേ ലവ് കൊണ്ട് സ്നേഹിച്ചതുപോലെ നിങ്ങളും ഞാനും സ്നേഹിക്കണം. അതാണ് അൺകണ്ടീഷണൽ
ലവ്, വ്യവസ്ഥയില്ലാത്ത സ്നേഹം. അവൻ നമ്മെ അൺകണ്ടീഷണലായിട്ട് സ്നേഹിച്ചതുപോലെ നാമും പരസ്പരം നമ്മുടെ ഇണയെ തുണയെ സ്നേഹിക്കണം. ഹല്ലേലൂയ. സ്നേഹിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ കല്യാണം കഴിക്കാവൂ കേട്ടോ. അല്ലെങ്കിൽ എൻ്റെയൊക്കെ പറഞ്ഞാട്ടെ, ഞാൻ നിങ്ങളെ വെളിയിൽ കൊണ്ടുപോകാം, നിങ്ങൾക്ക് വീട്ടിൽ പോകാം, വണ്ടിക്കൂലിയും വേണമെങ്കിൽ തരാം, വിവാഹം കഴിക്കരുത്. അല്ലെങ്കിൽ ഇതിന് തയ്യാറല്ല എങ്കിൽ കുറ്റം പറയരുത്. ഞങ്ങളുടെ വീട്ടിൽ ഇപ്രകാരം ഒരു ബോർഡുണ്ട്, നിങ്ങൾക്ക് ബോർഡ് കാണാം, 2:1:2. എൻ്റെ ഭാര്യയാണ് 2004 ഞങ്ങൾക്കിത് പറഞ്ഞു തന്നത്. ഞങ്ങൾ കുറച്ച് ലീഡേഴ്സ് ഇരുന്ന് സംസാരിക്കുകയായിരുന്നു ഞങ്ങളുടെ ബൈബിൾ കോളേജിൽ, വളരെ കുറച്ച് 4-5 പേര്. അന്നേരം ലില്ലി പറഞ്ഞു, ലില്ലി ബൈബിൾ കോളേജ് കഴിഞ്ഞ് പിടിച്ചിട്ട് വന്നതേ ഉള്ളൂ, മലേഷ്യയിലുള്ള ഒരു ബൈബിൾ കോളേജിൽ പഠിച്ചിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ലില്ലി ഇങ്ങനെ പറഞ്ഞു, കുറ്റം പറയാം, പക്ഷേ അതിൻ്റെ വ്യവസ്ഥ ഇങ്ങനെ ആയിരിക്കണം, 2:1:2. ലില്ലി പറഞ്ഞു, ഇത് ബൈബിളിൽ നിന്ന് കിട്ടിയതാണ്. വെളിപ്പാട് പുസ്തകം 2:3 യേശുക്രിസ്തു സഭയുടെ കുറ്റം പറയുമ്പോൾ 2 നല്ല കാര്യം, പിന്നെ ഒരു ബലഹീനവശം, പിന്നെ 2 നല്ല കാര്യം പറഞ്ഞു. ഇതുപോലെ ആയിരിക്കണം ഭാര്യ ഭർത്താക്കന്മാർ. ഞാനിത് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് എൻ്റെ വീട്ടിൽ ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഈ വീടിൻ്റെ വ്യവസ്ഥ ഇതായിരിക്കും, 2:1:2. നിങ്ങളും നിങ്ങളുടെ ഭാര്യയുടെ, നിങ്ങളുടെ ഇണയുടെ, തുണയുടെ, ഭർത്താവിൻ്റെ ഏതെങ്കിലും ഒരു ബലഹീനവശം പറയുക. നിൽക്കുന്നിടത്തൊക്കെ ഇങ്ങനെയാണ് നിൽക്കുന്നതെന്ന് വിചാരിച്ചു, ഞാൻ നിൽക്കുന്നത്, അതൊന്ന് കറക്റ്റ് ചെയ്യണം. അച്ഛൻ എന്തുവാ ഇങ്ങനെ അവിടെ നിൽക്കുന്നതൊക്കെ ഇങ്ങനെ അല്ല, 2 നല്ല കാര്യം പറഞ്ഞിട്ട്, അച്ഛൻ്റെ ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോൾ നല്ലതാണ് കേട്ടോ, അച്ഛൻ ഇപ്പോഴും ടിപ്പായിട്ടേ നടക്കത്തുള്ളൂ. 2 നല്ല കാര്യം പറഞ്ഞിട്ട് പിന്നെ ഒരു ബലഹീനവശം ചരിഞ്ഞാ നിൽക്കുന്നത്, അതുകൂടെ അങ്ങ് മാറാമെങ്കിൽ വളരെ, പിന്നെയും നല്ല 2 കാര്യം. ഇത് വളരെ ശ്രദ്ധിക്കണം. കുറ്റം പറയരുത്, പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ 2:1:2 ഈ വ്യവസ്ഥയിൽ ആയിരിക്കട്ടെ. 2:1:2. ഡി, സ്നേഹം ഒരിക്കലും തുലനം ചെയ്യുന്നില്ല. തുലനം ചെയ്യുന്നത് തെറ്റാണ്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു ട്രാക്റ്റ് അടിച്ച് വിതരണം ചെയ്തു. കാരണം അന്ന് അണയിൽ നിന്നും, പഴയ കാലത്തെ നാണയം രൂപ അണ, അണയിൽ നിന്നും 16 അണയായിരുന്നു 1 രൂപ. അവിടെ നിന്നാണ് നയാ പൈസയിലോട്ട് വന്നത്. അന്നേരം ഗവൺമെൻറ് ഇറക്കിയതാണ്, തുലനം ചെയ്യരുത്, അണയായിരുന്നു നല്ലതോ പൈസയായിരുന്നു നല്ലത്, തുലനം ചെയ്യരുത്. അതുപോലാണ് നിങ്ങളുടെ ഇണയെ, തുണയെ വേറൊരാളുമായിട്ട് തുലനം ചെയ്യരുത്. ഒരു ഫലിതം പറയട്ടെ, ആദാമും ഹവ്വായുമായിട്ട് വളരെ കുറച്ച് വഴക്കേ സാധാരണ ഇന്നുള്ളവരുമായിട്ട് നോക്കാമെങ്കിൽ ഉണ്ടായിട്ടുള്ളൂ. എന്താ കാര്യമെന്നറിയാം? ആദാം ഒരിക്കലും പറഞ്ഞില്ല, എൻ്റെ അമ്മയുണ്ടാക്കുന്ന ആഹാരമായിരുന്നു, കറികളായിരുന്നു കുറച്ചുകൂടെ നല്ലത്. പറയരുത്, ഒരിക്കലും പറയരുത്. ചിലങ്ങനെ പറയും, എൻ്റെ അമ്മയുണ്ടാക്കുന്ന മീൻകറി ഉണ്ടല്ലോ, തങ്ങളുടെ അമ്മ. നിൻ്റെ അമ്മയ്ക്ക് 50 വർഷത്തെ പരിചയമുണ്ട്, എക്സ്പീരിയൻസ്. അവൾ കല്യാണം കഴിച്ച് വന്നതേ ഉള്ളൂ. ഗിവ് ഹർ ടൈം. കമ്പയർ ചെയ്യരുത്, അമ്മയുമായിട്ട് കമ്പയർ ചെയ്യരുത്, ചേട്ടത്തിയുമായിട്ട് കമ്പയർ ചെയ്യരുത്, അടുത്ത വീട്ടിലെ സ്ത്രീയുമായിട്ട് കമ്പയർ ചെയ്യരുത്, ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു പുരുഷനുമായിട്ട് കമ്പയർ ചെയ്ത് വേറൊരാളുമായിട്ട് കമ്പയർ ചെയ്യരുത്. സ്നേഹം കുറവുകൾ പരസ്യപ്പെടുത്തുന്നില്ല. എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും അമ്മയ്ക്ക് എഴുതത്തില്ല, അല്ലെങ്കിൽ അമ്മയ്ക്ക് ഫോൺ ചെയ്തിട്ട് പറയുക, കേട്ടോ ഇന്നലെ വന്നപ്പോഴേ സാധാരണ എന്നും വരുമ്പോൾ എന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരുന്നതാണ്, ഇന്നലെ വന്നപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ച ഉമ്മ എന്നില്ല, വേറെ ആരാണ്ടോട് അല്ല, പരസ്യപ്പെടുത്തുന്നില്ല. ഒരിക്കലും ഡെയിലി റിപ്പോർട്ട് കൊടുക്കുന്നില്ല. എനിക്കറിയാവുന്ന സുപ്രസിദ്ധരായ 2 മലയാളി ബൈബിൾ ടീച്ചേഴ്സുണ്ട്. ഭാര്യമാരവരുടെ മരിച്ചു, 2 പെൺമക്കളെ അവർ കെട്ടിച്ചയച്ചു കൊടുത്തു. അവർ 2 പേരുടെയും മക്കളുടെ ജീവിതം തകർത്ത് കളഞ്ഞു. എന്താ കാര്യം? ഡെയിലി റിപ്പോർട്ടായിരുന്നു. മോളെ എങ്ങനെയുണ്ട് അയാൾ? എന്നാൽ ഇന്നൊരു കാര്യം ചെയ്യും, നീ ആഹാരം ഉണ്ടാക്കി വെച്ച് നീ അങ്ങ് പോയി കിടന്നുറങ്ങിക്കോ കേട്ടോ. ഡോൺ കൺട്രോൾ. ഡെയിലി റിപ്പോർട്ട് മക്കളോട് ചോദിക്കരുത്, മക്കൾ കൊടുക്കുകയും വരുത്. എൻ്റെ സഹോദരിമാർ വിവാഹം കഴിക്കുന്ന സമയത്ത്, എൻ്റെ എനിക്ക് 3 സഹോദരിമാരാണ്, 3 പേർക്ക് ഞാൻ എഴുതി. അവർ മറന്നുപോയി കാണും ചിലപ്പോൾ. എഴുതി, നിങ്ങളുടെ അവിടുത്തെ വിവരങ്ങൾ ഇവിടെ പറയരുത്. കാര്യങ്ങളാകെ നിങ്ങളെക്കൊണ്ട് കൈകാര്യം ചെയ്യാൻ ഒക്കാതെ വരുമ്പോൾ മാത്രമേ പറയാവൂ. അല്ലെങ്കിൽ അമ്മച്ചോട് പറയരുത്, പപ്പായോട് പറയരുത്, എന്താ കാര്യമൊന്നും പറയരുത്. ഹല്ലേലൂയ. നിങ്ങൾ തന്നെ ജീവിക്കാൻ പഠിച്ചാട്ടെ. അമ്മയും അപ്പനോടും പറയട്ടെ, അവരെ ജീവിക്കാൻ അനുവദിക്കുക. ഡെയിലി വിളിച്ച് ചോദിക്കരുത്, ഡെയിലി റിപ്പോർട്ട്. ഞാൻ സുപ്രസിദ്ധരായ 2 ബൈബിൾ ടീച്ചേഴ്സ്, പേര് പറയത്തില്ല, 2 പേരും അവരുടെ മക്കളുടെ ജീവിതം കളഞ്ഞു കുളിച്ചു.
എന്താ കാര്യം? ഡെയിലി റിപ്പോർട്ട്. നിങ്ങൾ ഡെയിലി റിപ്പോർട്ട് ചോദിക്കാമെങ്കിൽ അവരുടെ ജീവിതം തകരും, ഞാൻ ഉറപ്പ് പറഞ്ഞുതരാം. അതുകൊണ്ട് ഡെയിലി റിപ്പോർട്ട്. സ്നേഹം കുറവുകൾ പറയുന്നില്ല, അമ്മയ്ക്കോട് പറയുന്നില്ല, അപ്പനോട് പറയുന്നില്ല, സഹോദരിമാരോട് പറയുന്നില്ല. എഫ് കല്യാണ ദിവസം പ്രത്യേകം. കല്യാണ ദിവസം, ആ ആഴ്ചയിൽ, അടുത്ത മാസം, ആ വർഷം ഇണയെ നിങ്ങൾ സ്നേഹിക്കും, അല്ലയോ? വലിയ സ്നേഹമായിരിക്കും അന്നത്തെ ദിവസം, ആ ആഴ്ചയിൽ, ആ മാസത്തിൽ, പിന്നെ ചിലപ്പോൾ കുറച്ച് മാസങ്ങളുടെ. പക്ഷേ ആ സ്നേഹം അടുത്ത വർഷത്തേക്ക് ഉണ്ടാകരുത്, അതിനേക്കാൾ കൂടുതൽ ഉണ്ടാകണം. അത്രയും ആയിരിക്കരുത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വർഷം കഴിയുമ്പോൾ കൂടണം, 10 വർഷം കഴിയുമ്പോൾ പിന്നെയും കൂടണം. ആ സ്നേഹത്തിൻ്റെ ഇൻറ്റിമസി, മലയാളം എനിക്ക് കിട്ടുന്നില്ല, അതിൻ്റെ ആഴം, അതിൻ്റെ ആത്മാർത്ഥത കൂടി കൂടി വരണം. നിങ്ങളുടെ തുണ അറിയട്ടെ നിങ്ങൾ സ്നേഹിക്കുന്നത് അൺകണ്ടീഷണലായിട്ടാണെന്ന്. ഹല്ലേലൂയ. അടുത്തത് സ്നേഹം. അതാ ഒന്നാമത്തെ കാര്യമായിരുന്നു ABCD പറഞ്ഞത്. രണ്ടാമതായിട്ട് സ്നേഹം പൊറുക്കുന്നു. ലവ് ഫർഗീവ്സ്. ഹല്ലേലൂയ. തെറ്റുപറ്റിയാൽ ക്ഷമ ചോദിക്കണം. പലർക്കും ഒരു ഈഗോ ഉണ്ട്, മിക്കവാറും എല്ലാ പുരുഷന്മാർക്കുണ്ട്, എനിക്കൊഴിച്ച് ബാക്കി എല്ലാവർക്കും ഈഗോ ഉണ്ട്. ഭാര്യ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവൾ ക്ഷമ ചോദിക്കുന്നത് വരെ, രണ്ടുപേർക്കും തെറ്റുപറ്റിയതായിരിക്കാം, അല്ലേ? ഒരാളിനെ തള്ളി മറ്റേ ആളും തള്ളി, പുരുഷന്മാർ കാത്തിരിക്കും അവൾ വന്ന് ചോദിക്കട്ടെ ക്ഷമ, പിന്നെ അത് കഴിയും. ഞാനും അങ്ങനെ ആയിരുന്നു കേട്ടോ. ഹല്ലേലൂയ. തെറ്റ് പറ്റിയവർ ക്ഷമ ചോദിക്കണം, ആരായാലും, പുരുഷനായാലും സ്ത്രീയായാലും. മറ്റേയാൾ ക്ഷമിച്ചു എന്ന് പറയണം. ഒരു ഉദാഹരണം ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഒരു ദിവസം ഞാനൊരു ഗ്ലാസ് എടുത്ത് കാപ്പി തന്ന ഗ്ലാസ് എടുത്ത് ലില്ലി എറിഞ്ഞു. ലില്ലിക്ക് കൊണ്ടില്ല, ലില്ലി അങ്ങ് പോയി. ഞാനങ്ങ് മറന്നു, ഇന്നും ഞാൻ മറന്നു, എനിക്ക് ഓർമ്മയില്ല. എന്നാൽ എൻ്റെ മൂത്ത മകൻ മൂത്ത മകൻ ഒരു എഴുത്തെഴുതി, അഭിച്ച ഡാഡി എനിക്ക് വലിയ പേടിയാണ്, ഡാഡി ഗ്ലാസ് എടുത്ത് എറിയുന്നത്, മമ്മി എറിയുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എനിക്ക് ഓർമ്മയില്ല. അന്ന് രാത്രി ഞാൻ ലില്ലിയോട് ചോദിച്ചു. ലില്ലി പറഞ്ഞു ലില്ലിക്ക് ഓർമ്മയുണ്ട്. അതാ സ്ത്രീകൾക്കൊരു ഗുണമുണ്ട് കേട്ടോ, ഹാർഡ് ഡിസ്കിനകത്ത് എല്ലാം സേവ് ചെയ്ത് വെച്ചേക്കും. പറഞ്ഞു ശരിയാ, എന്നെ എറിഞ്ഞു. കൊണ്ടോ? ഇല്ല, ഞാൻ എറിയാൻ അറിയത്തില്ലല്ലോ. ശരി, നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ദൈവത്തോട് ക്ഷമ ചോദിച്ചു. പക്ഷേ അടുത്ത ദിവസം എൻ്റെ കുറ്റബോധം വർദ്ധിച്ചു വന്നു. ഞാൻ അടുത്ത ദിവസം ലില്ലിയോട് ചോദിച്ചു, ലില്ലി ഞാൻ തന്നോട് ക്ഷമ ചോദിച്ചു? ഇല്ല. നോക്കി, അതും അവൾക്കറിയാം. ഞാൻ പറഞ്ഞു എന്നോട് ക്ഷമിച്ചു. അയ്യോ, ഞാൻ അന്നേ ക്ഷമിച്ചു. ഞാൻ പറഞ്ഞു അല്ല, വേദപുസ്തകത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം ഞാൻ തന്നോട് ക്ഷമ ചോദിക്കുന്നു, താൻ പറയണം ഞാൻ ക്ഷമിച്ചെന്ന്. കാരണം വേദപുസ്തകം പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ കെട്ടിയിരിക്കുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ അഴിക്കുന്നത് വരെ കെട്ടപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് പറയണമെന്നോട് ക്ഷമിച്ചു പറഞ്ഞു. പക്ഷേ അടുത്ത ദിവസം കുറ്റബോധം അത് കൂടിക്കൂടി വന്നു. എനിക്ക് കാരണം മനസ്സിലായി. കാരണം ഞാൻ പരസ്യമായിട്ട് എൻ്റെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ചാണ് എറിഞ്ഞത്. അതുകൊണ്ട് അടുത്ത ദിവസത്തെ കുടുംബ പ്രാർത്ഥനയിൽ, കുഞ്ഞുങ്ങളുമായിട്ടിരുന്ന പ്രാർത്ഥനയിൽ ഞാൻ പറഞ്ഞു, ഇതുപോലെ പണ്ട് എനിക്ക് ഓർമ്മയില്ല, ഞങ്ങൾ പത്താംകോട്ട് ഇന്ദിരാ കോളനിയിൽ താമസിക്കുന്ന സമയത്ത് ഞാൻ ഗ്ലാസ്സാണെന്നൊക്കെ മറന്നുപോയി, ലില്ലിക്കറിയാം. ഹല്ലേലൂയ. ഞാൻ എറിഞ്ഞു, അത് എന്നോട് ക്ഷമിക്കണം ലില്ലി, ഞാൻ പരസ്യമായിട്ട് ചോദിക്കുന്നു, ഇന്നലെ ചോദിച്ചതാണെങ്കിലും കുഞ്ഞുങ്ങളുടെ മുമ്പാകെ വെച്ച്. ഹല്ലേലൂയ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? ക്ഷമ ചോദിക്കണം, ക്ഷമിച്ചു എന്ന് പറയണം. ഹല്ലേലൂയ. പലർക്കും ഈഗോയുണ്ട്, അഹംഭാവമുണ്ട്, ഞാനെന്ന ഭാവമുണ്ട്, ദുരഭിമാനമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ക്ഷമ ചോദിക്കണം, ക്ഷമിച്ചു എന്ന് പറയണം, ഐ എം സോറി എന്ന് പറയണം. അടുത്തത് ബി, രണ്ടാമത്തെ പോയിന്റിനകത്ത് ബി, കഴിഞ്ഞ കാലത്തെ കച്ചട എന്ന് പറഞ്ഞാൽ ചവറ്, കുപ്പകൾ, അല്ലേ? അതെല്ലാം കൂടെ, ചവറും എല്ലാം കൂടെ, വേസ്റ്റ് എല്ലാം കൂടെ ഹൃദയത്തിൻ്റെ കമ്പോസ്റ്റ് കുഴിയിൽ സൂക്ഷിക്കരുത്. ഓർത്തിരിക്കും, ഞാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ എടുക്കും. അയാൾ എന്തൊക്കെ അങ്ങനെ ചെയ്തതാണ്, അയാൾ ഭയങ്കരനാണ്, അയാൾക്ക് പണ്ട് വേറൊരു കാര്യം ഉണ്ടായിരുന്നു, എൻ്റെ ആങ്ങളെ വന്നു കഴിഞ്ഞപ്പം കോഴിയെ കൊല്ലട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു, അയാളുടെ ആങ്ങളെ വന്നപ്പോൾ ചേട്ടൻ വന്നപ്പോൾ കോഴിയെ കൊന്നു, അല്ലേ, കോഴി ഇറച്ചി വാങ്ങിച്ചിട്ടുണ്ടോ, ഇല്ലേ? ഇതെല്ലാം കൂടെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് കമ്പോസ്റ്റ് കുഴികൾ സൂക്ഷിക്കരുത്. ഹല്ലേലൂയ. ഇനിയും പറഞ്ഞുകൊണ്ട് സി, രണ്ടാമത്തെ പോയിന്റിനകത്തെ മാരീഡ് ലൈഫിനകത്തെ ഒരു ത്രില്ലുണ്ട് മാരേജ് ലൈഫിന്, അല്ലേ? ആദ്യം തൊടുമ്പോൾ, വർത്തമാനം പറയുമ്പോൾ, അടുത്തടുത്തിരിക്കുമ്പോൾ, ഒന്നിച്ച് നടക്കുമ്പോഴൊക്കെ ഒരു ത്രില്ലുണ്ട്. ഹല്ലേലൂയ. 10 വർഷത്തിന് ശേഷം, അല്ല ചിലപ്പോൾ 5 വർഷത്തിന്, ചിലരുടെ അത് മങ്ങാൻ ശ്രമിക്കും. ഹല്ലേലൂയ. വിട്ടുകൊടുക്കരുത്, മങ്ങാൻ അനുവദിക്കരുത്. ഏതെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തതിൻ്റെ ഓർമ്മ കൊണ്ടായിരിക്കും, ആ കമ്പോസ്റ്റ് കുളം കൊണ്ടായി
ആയിരിക്കാം. കമ്പോസ്റ്റ് വളത്തിനൊരു വാടയുണ്ടല്ലേ, അതിനകത്ത് ഇറങ്ങി നിന്നാലും വാടയുണ്ട്. അത് നിങ്ങളുടെ ആ സ്നേഹത്തിൻ്റെ ത്രില്ല് നഷ്ടപ്പെടുത്താൻ അനുവദിക്കരുത്. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 13:5 സ്നേഹം ദോഷം കണക്കിടുന്നില്ല. ഇംഗ്ലീഷിനകത്ത് ലവ് കീപ്സ് നോ റെക്കോർഡ് ഓഫ് റോങ്സ്. ഞങ്ങളുടെ അടുക്കളയിൽ ലില്ലി ഈ 13-ാം അധ്യായത്തിനകത്തെ കുറേ വാക്യങ്ങൾ, 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിലെ കുറേ വാക്യങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് മലയാളത്തിലും ഇംഗ്ലീഷിലും ടൈപ്പ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട്. എന്നെ അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണ് ഇത്. രേഖകൾ സൂക്ഷിക്കുന്നില്ല. എനിക്ക് പലരും ദോഷം ചെയ്തിട്ട് പോയിട്ടുണ്ട്. അവരെഴുതിയ എഴുത്തുകളൊന്നും ഞാൻ സൂക്ഷിച്ചിട്ടില്ല. സൂക്ഷിക്കണം കേട്ടോ, നിങ്ങളൊക്കെ സൂക്ഷിക്കണം, ഞാൻ പറയുന്നു സൂക്ഷിക്കണം. പക്ഷേ ദൈവം എന്തൊക്കെ പറഞ്ഞു, നീ അതിൻ്റെ റെക്കോർഡ് സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ചിട്ടില്ല. നിങ്ങളുടെ ഭാര്യ ചെയ്തത്, നിങ്ങളുടെ ഭർത്താവ് ചെയ്തത്, അതാണ് നമ്മുടെ വിഷയം. സ്നേഹം ദോഷത്തിൻ്റെ കണക്ക് സൂക്ഷിക്കുന്നില്ല. അതാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള പരിഭാഷ. നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ ഭാര്യ ചെയ്തിട്ടുള്ള തെറ്റുകൾ അതിൻ്റെ കണക്ക് സൂക്ഷിക്കരുത്. ഹല്ലേലൂയ. യേശു ക്ഷമിച്ചു, നാമും ക്ഷമിക്കേണ്ടതല്ലേ? എഫെസ്യർക്ക് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം, കോപിച്ചാൽ പാപം ഇരിപ്പീൻ, സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത് എന്ന് പറഞ്ഞാൽ അന്നൊന്ന് കണക്ക് തീർക്കണം. സെറ്റിൽ ദ അക്കൗണ്ട്സ് എവറി ഈവനിങ് ബിഫോർ യു ഗോ ടു ബെഡ്. ഉറങ്ങുന്നതിന് മുമ്പ് ചിലപ്പം ചിലരെ കൊണ്ട് സാധ്യമല്ലായിരിക്കും, എനിക്കിഷ്ടമല്ല അന്നത് സംസാരിക്കുക. എനിക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് 3 ദിവസം, എൻ്റെ സ്വഭാവം അതാണ്. പക്ഷേ ലില്ലിക്ക് അങ്ങനെയല്ല, അന്ന് തന്നെ കണക്ക് തീർക്കണം. ലില്ലിയുടെ സ്വഭാവം അതാണ്. ഹല്ലേലൂയ. പക്ഷേ നിങ്ങളെ കൊണ്ട് അന്ന് തന്നെ സാധിച്ചില്ലെങ്കിലും അടുത്ത ദിവസം 3 ദിവസത്തിനപ്പുറത്ത് പോകരുതെന്നുള്ള അഭിപ്രായത്തിലാണ് ഞാൻ. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ക്ഷമിച്ചു എന്ന് ക്ഷമ ചോദിക്കുവാനും ക്ഷമിച്ചു എന്ന് പറയുവാനും നിങ്ങൾക്ക് കഴിയണം. എന്നിട്ട് അത് മാറ്റി അങ്ങ് കളഞ്ഞേക്കുക. മറക്കാനൊക്കത്തില്ല, പക്ഷെ ക്ഷമിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. കണക്കുകൾ എഴുതി തീർക്കണം, തള്ളിക്കളയണം. ഹല്ലേലൂയ. 3-ാമത്തെ പോയിന്റ്, പ്രശ്നങ്ങൾ 2 പേരും കൂടി സംസാരിച്ച് പരിഹാരം കാണണം. അമ്മയോട് പറയുകയല്ല, കൂട്ടുകാരോട് പറയുകയല്ല, നിങ്ങൾ 2 പേരും കൂടി ഇരുന്ന് സംസാരിക്കുക. പലയിടത്തും ഭാര്യയ്ക്കൊരാഗ്രഹമുണ്ട്, ഭർത്താവിൻ്റെ അടുക്കലിരുന്നൊന്ന് സംസാരിച്ചാൽ കൊള്ളാമെന്ന്. പക്ഷേ ഭർത്താവ് അങ്ങോട്ട് മാറിയിരിക്കും. ഞാൻ നിങ്ങൾക്ക് വരുന്ന ഉപദേശം കേട്ടാട്ടെ, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും പ്രാർത്ഥിക്കുമ്പം പോലും അടുത്തിരിക്കണം. അമ്മമാർ ശ്രദ്ധിക്കണം, അപ്പൻ നിങ്ങൾ അടുത്തിരുന്നാട്ടെ. ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഞാൻ ഇന്നലെയും ചെയ്തു, എല്ലാ ദിവസവും ചെയ്യാൻ ശ്രമിക്കുന്നു, ചിലപ്പോൾ ഒത്തില്ലെന്ന് വരും, ക്ഷീണിച്ചോ വല്ലതും കൊണ്ടാണെങ്കിൽ. അല്ലെങ്കിൽ ഒന്നിച്ച് കൈ കോർത്ത്, ഇന്നലെയും ഞാൻ ചെയ്തു, കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുക. ഇന്നും ചെയ്തു. ഇന്നും രാവിലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഹല്ലേലൂയ 2 പേരും കൂടി ഒന്നിച്ച് സംസാരിച്ച് പരിഹാരം കാണണം. എന്താണ് പ്രശ്നം? പൈസ തികയുന്നില്ല. ശമ്പളം കിട്ടുന്നത് 35,000 രൂപയാണ്. പക്ഷെ നമ്മുടെ ചിലവ് ഏകദേശം 42,000 രൂപ ആകുന്നു. അതിനെന്ത് ചെയ്യണം? 2 പേരും കൂടെ ഇരുന്ന് സംസാരിച്ചാട്ടെ. അല്ലെങ്കിൽ നിൻ്റെ അമ്മ വന്നപ്പോൾ ഇങ്ങനെ ഒരു കാര്യം എന്തൊക്കെ പറഞ്ഞു, അത് പറഞ്ഞു തീർക്കുക. 2 പേരും കൂടെ സംസാരിച്ച് തീർക്കുക. ഹല്ലേലൂയ. സംസാരിച്ച് സെറ്റിൽ ചെയ്യുക. 4, സ്നേഹം സാക്രിഫിഷ്യൽ ആണ് എന്ന് പറഞ്ഞാൽ സ്നേഹം ത്യാഗമാണ്. സ്നേഹം എന്ന് പറയുന്ന സ്നേഹമാണ്. സ്നേഹം വർദ്ധിക്കുമ്പോൾ ക്ഷമിക്കുവാൻ കഴിയും. സ്നേഹം വർദ്ധിക്കുമ്പോൾ ക്ഷമിക്കുവാൻ കഴിയും. അവിടെയാണ് ത്യാഗം വരുന്നത്. ഈവൻ അൺഫർഗിവബിൾ എറേഴ്സ് കുഡ് ബി ഫർഗിവൺ. തുണയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സാക്രിഫിഷ്യലായി പ്രവർത്തിക്കും അല്ലേ? എനിക്കൊരു ബാക്ക് പാക്ക് ഉണ്ട്, അതിനൊരു വെയിറ്റ് ഒരു 20 കിലോ കാണും. എല്ലാം പുസ്തകങ്ങളാണ്, നോട്ട്ബുക്കുകൾ. ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ ഇതെല്ലാം കൊണ്ടാണ് പോകുന്നത്. കാരണം മെസ്സേജ് ഉണ്ടാക്കണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ വേറെ പല കമൻട്രീസ് ഇതെല്ലാം ഫോണിനകത്തും ഉണ്ട്. എങ്കിലും ഇതെല്ലാം എൻ്റെ കാണും. ലില്ലിക്ക് ഇത് കാണുമ്പോൾ സങ്കടമാണ്. ലില്ലി എളുപ്പം കുറച്ചെടുത്ത് വെച്ചാൽ ലില്ലിയുടെ പെട്ടിക്കകത്തൂടെ വെക്കും. സാക്രിഫിഷ്യൽ, ഇണയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സാക്രിഫിഷ്യൽ ചെയ്യുവാൻ. ഹല്ലേലൂയ. അത് പണത്തിനകത്തായിരിക്കാം, വീട്ടിലെ ജോലിയിൽ സഹായിക്കുന്നതായിരിക്കാം. വാസ്തവത്തിലുള്ള അൺകണ്ടീഷണൽ ലവ് സാക്രിഫിഷ്യൽ ആയിരിക്കും. ഹല്ലേലൂയ. ഉദാഹരണത്തിന്, നാളെ ആരാ കാപ്പി ഉണ്ടാക്കണ്ടേ? ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, മണവാളിൻ്റെ കൂടെ ചോദ്യം ചോദിക്കാം. ആരാ നാളെ കാപ്പി ഉണ്ടാക്കാൻ പോകുന്നേ? വേദപുസ്തകം പറയുന്നു ഭർത്താവ് ഉണ്ടാക്കണമെന്ന്. എവിടെ എഴുതിയിരിക്കുന്നേ? ഹീബ്രൂസ്. ഇംഗ്ലീഷിനകത്ത് ഹീബ്രൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കാപ്പി ഉണ്ടാക്കണം. പാത്രം കഴുകാനും വാക്യമുണ്ട്, തുണി കഴുകാനും വാക്യമുണ്ട്, ഇതൊക്കെ വാക്യമുണ്ട്. ഇതൊന്നുമല്ല, അതൊക്കെ ഞാനൊരു ഫലിതമായിട്ട് പറഞ്ഞതാണ് കേട്ടോ.
ആരെങ്കിലും ഇടാം. ഞാൻ ഇന്നലെ ലില്ലിയുടെയൊക്കെ പറഞ്ഞു, ഇനിയും തൊട്ട് വൈകിട്ട് ഞാൻ ചായ ഇടാം. ഞാൻ ഉള്ളപ്പം രാവിലെ ലില്ലിയ ഇടുന്നേ, കാരണം ഞാൻ പ്രാർത്ഥിക്കുകയായിരിക്കും. ലില്ലി പ്രാർത്ഥിക്കാനായിട്ട് വരും. ഞാൻ സിറ്റിംഗ് റൂമിലായിരിക്കുന്നത്, ലില്ലി കിടക്കമുറിയുന്ന. ഞാൻ 5 മുതൽ 6 വരെ പ്രാർത്ഥിക്കും. 6 മണിയാകുമ്പോൾ ലില്ലി എഴുന്നേറ്റ് വരും, ചായ ഇട്ടുകൊണ്ട് വരും. ഞാൻ പറഞ്ഞു വൈകിട്ട് ഞാൻ ഉണ്ടാക്കാം. ലില്ലിക്ക് ഇഷ്ടമല്ല ഞാൻ അടുക്കളയിൽ കയറുന്നത്. പക്ഷേ എങ്കിലും ഞാൻ ഇന്നലെ പറഞ്ഞു, ഞാൻ ചെയ്യാം കൊച്ചേ. ഹല്ലേലൂയ. ഞാൻ ചെയ്യുന്നു എന്നുള്ളതല്ല എൻ്റെ വിഷയം. ഹല്ലേലൂയ. സ്നേഹം സാക്രിഫിഷ്യൽ ആയിരിക്കും. ഹല്ലേലൂയ. പ്രയാസമാണോ? അങ്ങനെ ചെയ്യാൻ പ്രയാസമാണോ? പരിശുദ്ധാത്മാവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. ഞാൻ എഴുതിയിരിക്കുന്ന വാചകം കേട്ടാട്ടെ. ലെറ്റ് ഗോഡ് ബി ദ ബിൽഡർ ഓഫ് യുവർ ലവ് ഫാമിലി. ദൈവം നിങ്ങളുടെ സ്നേഹം നിറഞ്ഞ കുടുംബത്തെ കെട്ടി പണിത് എടുക്കട്ടെ. കേട്ടോ, മണവാളൻ, മണവാട്ടി, ഭാര്യ, ഭർത്താവ്. യേശു ക്രൂശിൽ 2 കൈകളും വിരിച്ചു കിടന്നു. എന്താണ് അവൻ പറയുന്നത്? ഐ ലവ് യു. ഇതായിരിക്കട്ടെ ഒരു ഭർത്താവിൻ്റെ സ്നേഹബന്ധം. ഇതായിരിക്കട്ടെ ഒരു ഭാര്യയുടെ അൺകണ്ടീഷണൽ സാക്രിഫിഷ്യൽ സ്നേഹം. 4, വിവാഹ ജീവിതത്തിന് 4 ഘടകങ്ങളുണ്ട്. പ്രീ മാരേജ് സ്വപ്നം, ഭാവന. 2 പേർക്കും ഭയവുമുണ്ട്. എങ്ങനെയാണെന്നോ എന്തോ, അയാളെ സ്നേഹിക്കുമ്പോഴൊക്കെ വലിയ കാര്യമായിരുന്നു, ഞങ്ങൾ സംസാരിക്കുമ്പോഴൊക്കെ. പക്ഷെ കല്യാണം കഴിയുമ്പോഴും എങ്ങനെ ആയിരിക്കും, അവിടെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും? സ്ത്രീക്കായിരിക്കും കൂടുതൽ ഭയം. പ്രീ മാരിറ്റൽ സ്വപ്നമുണ്ട്, ഭാവനയുണ്ട്, ഭയവുമുണ്ട്. ഒരു പെങ്കൊച്ചെനിക്ക് അടുത്തെഴുതി, പണ്ടാണ്, എന്തൊക്കെയായാലും ശരി എന്നെ കല്യാണം കഴിക്കുന്ന ആളിനൊരു മോട്ടോർ സൈക്കിൾ ഉണ്ടായിരിക്കണം. അന്ന്, ഇപ്പോൾ കാറായിരിക്കും അല്ലേ, ഒന്ന് പുറകിലെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഭാവന കാണുന്നതാണ്. ഒരു ഭാവനയുണ്ട്, ഭയവുമുണ്ട്. വിവാഹ ജീവിതം ഹണിമൂണാണ്. ആദ്യകാലത്ത് ഹണിമൂണാണ്. യഥാർത്ഥ ജീവിതം പ്രീമാരിറ്റൽ, ഹണിമൂൺ, അത് കഴിയുമ്പോഴാണ് നാം യഥാർത്ഥ ജീവിതത്തിലേക്ക് വരുന്നത്. ഒരു ഫലിതം പറയാം, ഇംഗ്ലീഷിലാണ് കേട്ടോ, മലയാളത്തിൽ പറഞ്ഞാൽ ഒക്കത്തില്ല. ഒരു കപ്പിൾ ഹണിമൂണിനൊക്കെ പോയി തിരിച്ചു വന്ന് കഴിച്ച് പെണ്ണ് അമ്മയെ വിളിച്ചു വെച്ച് പറഞ്ഞു, മാം, ജോൺ ഈസ് നോട്ട് എ ഗുഡ് മാൻ. വായ് മോളെ, അവൻ നല്ലവനായിരുന്നല്ലോ, നിന്നെ കൊണ്ടുപോകുന്നു, തിരിച്ചു കൊണ്ടുവരുന്നു, വലിയ കാര്യമാണ്. നോ മാം, ഹീസ് നോട്ട് എ ഗുഡ് മാൻ, ഹീസ് യൂസിങ് ആൾ ദോസ് 4 letter വേർഡ്സ് എന്ന് പറഞ്ഞാൽ ചീത്ത ശബ്ദങ്ങളൊക്കെ പറയുന്നു. അയ്യോ, ആൾ ഒരിക്കലും പറയും നല്ല ക്രിസ്ത്യാനിയാണ്. ബട്ട് മാം, ആഫ്റ്റർ ദ ഹണിമൂൺ ഈ ചേഞ്ച്. ഹണിമൂൺ കഴിഞ്ഞപ്പോഴെല്ലാം മാറി. എന്തോ പറ്റി മോളെ, പറ. നോ, എനിക്കത് പറയാനൊക്കത്തില്ല. അയാൾ പറയുന്നു, നോക്കാം മോളെ, ഞാൻ നിൻ്റെ അമ്മയാണ്, ഞാൻ നിന്നെ സഹായിക്കാൻ പറഞ്ഞാട്ടെ. മാം, ഹീസ് യൂസിങ് ആൾ ദോസ് 4 letter വേർഡ്സ് ലൈക്ക് കുക്ക്, ഡസ്റ്റ്, വാക്ക്, ഇങ്ങനെയൊക്കെ അല്ലേ. യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത് റഫാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു സാൻഡ് പേപ്പറാണ്. ഇന്നലെ ഞാൻ ആരാണ്ടോട് സംസാരിക്കുകയായിരുന്നു ഫോണിനകത്ത്. അന്നേരം ഞാൻ പറഞ്ഞു, ഞാൻ കല്യാണം കഴിക്കുന്ന മക്കളുടെയൊക്കെ പറയും, കൂടിയാൽ നിങ്ങളുടെ 3 മാസം അല്ലെങ്കിൽ 6 മാസം താമസിക്കാം, അത് കഴിയുമ്പോൾ വേറെ മാറിക്കണം. 6 മാസം എന്തിനാ താമസിക്കുന്നറിയാമോ? ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ, വിവാഹം കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എനിക്ക് കല്യാണക്കുറി അയക്കാമെങ്കിൽ ഞാൻ ഈ പുസ്തകം നിങ്ങൾക്ക് അയച്ചു തരാം. കല്യാണം കഴിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ടുന്ന മണവാട്ടിക്ക് കുറേ ഉപദേശം, മണവാളിന് കുറേ ഉപദേശം, മണവാളിൻ്റെ അപ്പനും അമ്മയ്ക്കും കുറേ ഉപദേശം, മണവാട്ടിയുടെ അപ്പനും അമ്മയ്ക്കും കുറച്ച് ഉപദേശം, പിന്നെ നാട്ടുകാർക്ക് കുറേ ഉപദേശം. അസാധാരണമായ ഒരു പുസ്തകമാണ്, നിങ്ങൾ വായിക്കണം. അതുകൊണ്ട് പറയുകയാണ്, യഥാർത്ഥ ജീവിതം ഒരു സാൻഡ് പേപ്പർ പോലാണ് നമ്മുടെ ജീവിതത്തിനകത്ത്. ഞാൻ എൻ്റെ മക്കളൊക്കെ പറഞ്ഞു, നമ്മൾ മാറിക്കോണം. കാരണം അവിടെ മാറിയെങ്കിൽ മാത്രമേ എൻ്റെ മകൻ ഒരു പുരുഷനാകത്തുള്ളൂ, കുടുംബ നായകനാകത്തുള്ളൂ. അല്ലെങ്കിൽ ഡാഡി കൊണ്ടുവരുന്നു, മമ്മി ആഹാരം ഉണ്ടാക്കുന്നു, മരുമോളും വിചാരിക്കും ആ മമ്മിയാണ് ഉണ്ടാക്കുന്നത്, മീൻകറി ഉണ്ടാക്കുന്നത് മമ്മിയാണ്, എന്തുമാത്രം മസാല ചേർക്കണമെന്നുള്ളത് മമ്മിയാണ് നിശ്ചയിക്കുന്നത്. അവരുടെ സെൽഫ് ഇമേജ് ഇമ്പ്രൂവ് ആവത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ഉപദേശിക്കുന്നത് കേട്ടാണ്, കഴിയുന്നിടത്തോളം നിങ്ങൾ കല്യാണം കഴിഞ്ഞ് 6 മാസം കഴിയുമ്പോൾ വേറെ മാറണം. കഴിയുന്നിടത്തോളം. എല്ലാവർക്കും കഴിഞ്ഞില്ല എന്ന് വരാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ ഉപദേശം കേട്ടാട്ടെ. യഥാർത്ഥ ജീവിതത്തിനകത്താണ് അവർ സ്ത്രീയും പുരുഷനുമായിട്ടുള്ള സംഘർഷങ്ങൾ സാൻഡ് പേപ്പറിനകത്ത് ഉറച്ച് നേരെയാകുന്നത്. കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ. ഹല്ലേലൂയ. എൻ്റെ ഉപദേശം കേട്ടാട്ടെ. ഭാരങ്ങൾ ഷെയർ ചെയ്യുക. ഹല്ലേലൂയ. ഭാരങ്ങളുണ്ടോ? ജോലി സ്ഥലത്തെ ഭാരം ഷെയർ ചെയ്യുക. തുറന്നു സംസാരിക്കാത്ത ഒരു മനുഷ്യൻ, തുറന്നു സംസാരിക്കാത്ത ഒരു സ്ത്രീ പ്രശ്നങ്ങൾ കൂട്ടിക്കൊണ്ടുവരികയാണ്. എഴുതിയെടുക്കാൻ വേണമെങ്കിൽ. ഹല്ലേലൂയ. അതുകൊണ്ട് ഷെയർ ചെയ്യണം.
ബി ഹണിമൂൺ ഒരിക്കലും അവസാനിക്കാതിരിക്കട്ടെ. നിങ്ങളുടെ ഹണിമൂൺ ഒരിക്കലും അവസാനിക്കരുത്. ഹല്ലേലൂയ. അതെന്നും ഒരു സുഗന്ധം പരത്തുന്നതായിരിക്കട്ടെ എന്നും. ഞാനും ലില്ലിയും കൂടെ നടക്കുമ്പം പലരും ഞങ്ങളെ സൂക്ഷിച്ചു. ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 60 വർഷമാകും. 55 വർഷമൊക്കെ കഴിഞ്ഞു. ഞാൻ ഇപ്പോഴും നടക്കുമ്പോൾ ലില്ലിയുടെ തോളെ കൂടെ കൈയിട്ടാണ് നടക്കുന്നത്. എൻ്റെ ഭാര്യയല്ലേ, എനിക്കെന്താ നടന്നാൽ വേണമെങ്കിൽ ഫോട്ടോ എടുക്കേണ്ടി ഒരു ഫോട്ടോ എടുത്തോ, എന്നെപ്പറ്റി എന്തെങ്കിലും എഴുതണമെന്നുള്ളവർ എഴുതിക്കോ. അയാൾ ഭാര്യയെ സ്നേഹിക്കുന്നു. അതെ, എൻ്റെ ക്വാളിറ്റിയാണ്. ഞാനത് വേദപുസ്തകത്തിൽ നിന്ന് കണ്ടതാണ്, വേദപുസ്തകത്തിൽ നിന്ന് പഠിച്ചാണ്. ക്രിസ്തു എന്നെ സ്നേഹിച്ചതുപോലെ തന്നെ ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കണം. അതിന് പ്രായം ഒന്നും പ്രശ്നമല്ല, സൗന്ദര്യം പ്രശ്നമല്ല, പല്ലുണ്ടോ ഇല്ലയോ എന്നുള്ളതും പ്രശ്നമല്ല, മുഖത്ത് ചുളിവുകൾ വീണിട്ടുണ്ടോ എന്നുള്ളതും പ്രശ്നമല്ല, തലമുടിയൊക്കെ നരച്ചോ എന്നുള്ളതും പ്രശ്നമല്ല, കുടവയറൊക്കെ, ഇതൊന്നും പ്രശ്നമല്ല. ഹണിമൂൺ നിങ്ങളുടെ അവസാനിക്കാതെ ഇരിക്കട്ടെ. ഹല്ലേലൂയ. ഒരു ഹെൽത്തി മാരേജ്, ഒരു നല്ല ആരോഗ്യമുള്ള കുടുംബജീവിതം, കെട്ടിപ്പടുത്തുന്നതായിട്ടുള്ളൊരു കുടുംബജീവിതം, ഹല്ലേലൂയ, അത് സുഗന്ധം പരത്തുന്നു. കാണുന്നവർക്ക് വസ്തുതയുണ്ടാവണം, അല്ലേ? കാണുന്നവർക്ക് വസ്തുതയുണ്ടാകും. അവർക്കൊരാഗ്രഹം വേണം, എനിക്കും ഇതുപോലെ ജീവിക്കണം. ഹല്ലേലൂയ. അടുത്ത ഉപദേശം പറയുകയാണ്, ABCD. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതം സുഗന്ധം പരത്തുവാൻ നിങ്ങൾ പരിശ്രമിക്കുക. വർക്ക് ഓൺ യുവർ മാരേജ്. വർക്ക് ഓൺ യുവർ മാരേജ്. അതാരാ ചെയ്യേണ്ടത്? അമ്മയും അപ്പനോട് പറയട്ടെ, അവരുടെ കുടുംബജീവിതം കെട്ടിപ്പടുക്കാൻ അവരെ സഹായിച്ചാട്ടെ. ഒരിടത്തൊരു ഭാര്യയും ഭർത്താവും കൂടെ പോകുമ്പോൾ മഴയാറി. ഭർത്താവ് ഭാര്യയ്ക്ക് കൂടെ കുട പിടിച്ചു കൊടുത്തു. അമ്മ പറയുന്നുണ്ട്, അപ്പൻ പറയുന്നുണ്ടറിയാം, ആരെങ്കിലും ഒരാൾ കുട കീഴി പോട്ടെ, രണ്ടുപേരും കൂടെ. പിന്നെ അവർക്ക് ആരാ കുട പിടിച്ചു കൊടുക്കേണ്ടി? അയലത്തേരണോ? അറിയാൻ ചോദിക്കുകയാണ്. ഹല്ലേലൂയ. ഇതാ വേദപുസ്തകം പറയുന്ന വാക്യം ശ്രദ്ധിച്ചാട്ടെ. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. ഹല്ലേലൂയ. അനന്തരം യഹോവയായ ദൈവം മനുഷ്യന് ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായൊരു തുണ ഉണ്ടാക്കി കൊടുക്കും എന്നരുളി ചെയ്തു. യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവകളെയും നിലത്തു നിന്ന് നിർമ്മിച്ചിട്ട് മനുഷ്യൻ അവയ്ക്ക് എന്ത് പേരിടുമെന്ന് കാണുവാൻ അവൻ്റെ മുമ്പിൽ വരുത്തി. സകല ജീവജന്തുക്കൾക്കും മനുഷ്യനിട്ടത് അവയ്ക്ക് പേരായി. മനുഷ്യൻ എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവുകൾക്കും എല്ലാ കാട്ടുമൃഗങ്ങൾക്കും പേരിട്ടു, എങ്കിലും മനുഷ്യന് തക്കതായൊരു തുണ കണ്ടുകിട്ടിയില്ല. ഞാൻ ഈ ഇടയ്ക്കാണ് അത് ശ്രദ്ധിച്ചത്, ഈ മെസ്സേജ് ഉണ്ടാക്കുമ്പോഴാണ് ശ്രദ്ധിച്ചത്. ഹല്ലേലൂയ. ദൈവം മനുഷ്യൻ്റെ കമ്പാനിയൻഷിപ്പിനുള്ള ഭാഗം മനസ്സിലാക്കി, സഖിത്വം കൂട്ടുകെട്ട്. ഹല്ലേലൂയ. ചിലർ പട്ടിയെ വളർത്തും, ഭാര്യയെ ഇഗ്നോർ ചെയ്യും, എന്നിട്ട് പട്ടിയെ വളർത്തും. ചിലർ ചെടികൾ വളർത്തും, എന്നിട്ട് ഭർത്താവിനെ ഇഗ്നോർ ചെയ്യും. ഓഫീസിൽ വന്ന് അവിടെ ചായ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, എടുത്ത് കുടിച്ചാട്ടെ. ഒരാൾ പട്ടിയെ വളർത്തുന്നു, വേറൊരാൾ ചെടികൾ വളർത്തുന്നു. ഹല്ലേലൂയ. ഇത് അതിനെ വളർത്തണം, പക്ഷെ അത് നിൻ്റെ ഇണയുടെയും തുണയുടെയും സ്ഥാനം അപഹരിക്കാൻ പാടില്ല, സ്നേഹം അപഹരിക്കാൻ പാടില്ല. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയല്ല. ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് ആദാമും ഹവ്വായുമാണ്. അവർ ഒന്നിച്ചായിരിക്കണം. ഹല്ലേലൂയ. ആദാമും ഹവ്വായും. ദൈവം ആദാമിനെ സൃഷ്ടിച്ചു, അവന് ജീവശ്വാസം ഊതി. 18-ാമത്തെ വാക്യം ദൈവം പറയാണ്, അവൻ ഒറ്റയ്ക്കായിരിക്കുന്നത് നന്നല്ല. ഹല്ലേലൂയ. 5 ദിവസത്തെ സൃഷ്ടിക്ക് ശേഷം ദൈവം പറഞ്ഞു, ഗുഡ്, നന്ന. 6-ാമത്തെ ദിവസം ദൈവം ആദാമിനെ സൃഷ്ടിച്ചിട്ട് പറഞ്ഞു, എല്ലാം നന്നല്ല. ഏതോ കുറവ് ദൈവം കണ്ടു. എന്താണ്? എവിടെയൊരു കുറവ്. ദൈവം പ്രശ്നം പരിഹരിച്ചു. എങ്ങനെ? തക്കതായൊരു തുണ, ഹെൽപ്പർ. ഇന്ന് പല ആദാമുമാരും ഹെൽപ്പർ ആകുന്നില്ല. ഹെൽപ്പർ ആയിട്ടല്ല ഭാര്യയെ കാണുന്നതും. ഇന്ന് പലരും കാണുന്നത്, യു ആർ മൈ വർക്കർ. നിൻ്റെ ജോലിയാണ് എനിക്ക് ആഹാരം ഉണ്ടാക്കി തരിക, നിൻ്റെ ജോലിയാണ് എൻ്റെ അടിവസ്ത്രങ്ങളെല്ലാം കഴുകിയിടുക, നിൻ്റെ ജോലിയാണ് വീടെല്ലാം തൂത്തുടച്ചിടുക. യു ആർ മൈ വർക്കർ. ഹല്ലേലൂയ. വേറെ ചിലരുടെ പറയച്ചിൽ ഹെൽപ്പ് മീ ഈറ്റ് അല്ല, ഹെൽപ്പ് മീറ്റ് എന്ന് പറഞ്ഞാൽ തക്ക തുണ. സങ്കീർത്തനം 46:1. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. കേട്ടോ, അടുത്ത തുണ. എബ്രായ ഭാഷയിൽ ആ വാക്കും ഈ വാക്കും രണ്ടും ഒന്നാണ്.
തക്ക തുണ. ഇവിടെ എഴുതിയിരിക്കുന്ന തക്ക തുണ. ദൈവം ഒന്നുകൂടെ വായിക്കാം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്ന കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണ ഭാര്യയായിരിക്കുന്നത് പോലെ. കേട്ടോ, ഭർത്താവിന് ഭർത്താവ് കേട്ടാട്ടെ, അതുപോലെ കണക്കാക്കണം. ദൈവത്തെ കണക്കാക്കുന്നത് പോലെ, ഹെൽപ്പർ ആയിരിക്കുന്നത് പോലെ നിൻ്റെ ഭാര്യയും ഹെൽപ്പർ ആയിരിക്കട്ടെ. ഹല്ലേലൂയ. അർത്ഥം, ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയാത്തത് മറ്റേയാൾ തുണയായിട്ട്, തക്ക തുണയായിട്ട്, അടുത്ത തുണയായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഉൽപ്പത്തിയിൽ ആദാമിന് ഹവ്വ, സങ്കീർത്തനത്തിൽ ദൈവം, പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം, ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി സഹായകൻ, വക്കീൽ, ഉപദേശകൻ, മധ്യസ്ഥൻ, ശക്തീകരിക്കുന്നവൻ, പകരം നിൽക്കുന്നവൻ, ഇതൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഞാൻ സ്വർഗത്തിൽ നിന്നൊരു കാര്യസ്ഥനെ, പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് നിങ്ങൾക്ക് വരുമ്പോൾ, ഹല്ലേലൂയ ഹല്ലേലൂയ, അത് പരിശുദ്ധാത്മാവ് നമുക്കായിരിക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ കാണണം, ഭാര്യ ഭർത്താവിനെയും കാണണം. ചോദ്യം, ആരാണ് ആദാമും ഹവ്വായിലും പ്രാധാന്യം ആർക്കാണ് കൂടുതൽ? ഞാൻ പറയാം, രണ്ടുപേർക്കും തുല്യ പ്രാധാന്യമാണ്. എനിക്കറിയാം നിങ്ങളാരും എന്നെ കല്യാണത്തിന് ക്ഷണിക്കത്തില്ലെന്ന്, പ്രസംഗിക്കാൻ ക്ഷണിക്കത്തില്ലെന്ന്. കാരണം നിങ്ങൾ പലർക്കും ഈ പ്രസംഗം ഇഷ്ടപ്പെടത്തില്ല. ഞാൻ വേദപുസ്തകം പ്രസംഗിക്കുന്നു. ഒരാൾ ഒറ്റയ്ക്ക് സമ്പൂർണ്ണമല്ല, ഒരാൾ ഒറ്റയ്ക്ക് അഡിക്വേറ്റ് അല്ല, ഒരാൾക്ക് മറ്റേയാളിൻ്റെ ആവശ്യമുണ്ട്. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെയൊക്കെ പ്രാർത്ഥിക്കുന്ന ഇതാണ്, കർത്താവേ, ഞാൻ ജീവിച്ചിരിക്കുന്ന അത്രയും കാലം ലില്ലി ജീവിച്ചിരിക്കണം, ലില്ലി മരിക്കണം, എൻ്റെ മടിയിൽ കിടന്ന് മരിക്കണം. ലില്ലിയെ കൊണ്ട് കുഴിച്ചിട്ട് മുച്ച് വന്നിട്ട് പറയാൻ, ലോർഡ് ഐ ആം റെഡി, ടേക്ക് മി ഹോം. എന്തിനാ ലില്ലി? അയ്യോ, എനിക്ക് ആഹാരം ഉണ്ടാക്കാൻ ഞാനാണ്. ലില്ലി 6 മാസം ബൈബിൾ കോളേജിലായിരുന്നു. ഞാൻ ഒറ്റ ദിവസം പോലും ആഹാരം കഴിക്കാതിരുന്നില്ല. സാധാരണ ലില്ലി തരുന്നത് പോലെ തന്നെ ഞാൻ മേശപ്പുറത്ത് ചെന്നിരുന്ന്, അടുക്കളയുന്നില്ല, മേശപ്പുറത്ത് ചെന്നിരുന്ന് ആഹാരം വെച്ചിട്ട് സ്പൂൺ ഉപയോഗിക്കേണ്ടത് സ്പൂൺ ഉപയോഗിച്ച്, ഫോർക്ക് ഉപയോഗിക്കേണ്ടത് ഫോർക്ക് ഉപയോഗിച്ച് ഞാൻ നല്ലതുപോലെ ആഹാരം കഴിക്കും. എന്താ കാര്യം? പിന്നെ എന്തിനാ എൻ്റെ ഭാര്യയുടെ ആവശ്യം? കമ്പാനിയൻ. ഹല്ലേലൂയ. ഇത് ദൈവം ആദാമിന് കൊടുത്ത പ്രീ മാരിറ്റൽ ബൈബിൾ ക്ലാസ്. ഗോഡ് ക്രിയേറ്റഡ് ഓൾ ക്രിയേഷൻസ്, എല്ലാത്തിനെയും സൃഷ്ടിച്ചു. എന്നിട്ട് ആദാമിനെ സൃഷ്ടിച്ചു. ആദാമിൻ്റെ ഒക്കെ പറഞ്ഞ് പേരിട്ടാട്ടെ. ആദാം പേരിട്ടു ശ്രീമാൻ, ശ്രീമതി ആന, ശ്രീമാൻ, ശ്രീമതി കുരങ്ങ്, ശ്രീമാൻ, ശ്രീമതി കഴുത, ശ്രീമാൻ, ശ്രീമതി ഒട്ടകം, ശ്രീമാൻ, ശ്രീമതി കോഴി. തീർന്നു, എല്ലാത്തിൻ്റെയും തീർന്നു. ആദാം മനസ്സിൽ, എടാ, എല്ലാവർക്കും ഒരു ശ്രീമതിയുണ്ട്, എനിക്ക് മാത്രമില്ല. ഇനിയും പറയുന്നത് കേട്ടോ, ഞാൻ കഴിഞ്ഞ ആഴ്ച അത് മനസ്സിലാക്കുന്നത്, എഴുതുമ്പോഴാണ് മനസ്സിലാക്കിയത്. ദൈവം അബ്രഹാമിൻ്റെ ഹൃദയത്തിനകത്തെ വാക്വം കണ്ടു. എല്ലാവർക്കും ഒരു ജോഡിയുണ്ട്, എൻ്റെ ജോഡി എവിടെ? എൻ്റെ തുണ എവിടെ? എൻ്റെ മിസ്സസ് എവിടെ? ദൈവം പറഞ്ഞു, ഐ വിൽ മേക്ക്. അങ്ങനെ ദൈവം പറഞ്ഞത് കേട്ടോ. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 21-22 അവനൊരു ഗാഢനിദ്ര വരുത്തി. ഹല്ലേലൂയ ഹല്ലേലൂയ. ഗാഢനിദ്ര എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഇഞ്ചക്ഷൻ കൊടുത്തിട്ടൊന്നും ആകുന്നതല്ല, ഉറങ്ങിക്കാട്ടെന്ന് പറഞ്ഞു. അവൻ ഉറങ്ങി. അവൻ അറിയാതെ അവൻ്റെ ഒരെല്ലെടുത്തിട്ട് സ്ത്രീയെ ഉണ്ടാക്കി. അന്ന് ദൈവം പറയുന്നത് കേട്ടാണ്, അവൻ ഉണർന്നു കഴിഞ്ഞപ്പോൾ സകലരുടെയും മുമ്പാകെ, എല്ലാ കോഴികളുടെയും, കോഴി 2 ഉള്ളൂ കേട്ടോ, എല്ലാത്തിൻ്റെയും, ആനയുടെ, കുരങ്ങിൻ്റെ, സകല ജീവികളുടെയും മുൻപാകെ പറഞ്ഞു, ഇതാണ് ഭാര്യാഭർത്താക്കന്മാർ. സകലരെയും സാക്ഷി നിർത്തി. ഹല്ലേലൂയ. മണവാളൻ്റെ മുൻപാകെ മണവാട്ടിയെ നിർത്തി. ഹല്ലേലൂയ. സകല പുരുഷന്മാരായ മൃഗങ്ങളും സ്ത്രീകളായ മൃഗങ്ങളോടെയും മുമ്പാകെ നിർത്തിക്കൊണ്ട് ഇണയെ കൊടുത്തു. എൻ്റെ ഉപദേശം കേട്ടാട്ടെ, മണവാളൻ കേട്ടാട്ടെ, മണവാട്ടി കേട്ടാട്ടെ. ദൈവം തരുന്ന ഗിഫ്റ്റാണ് നിൻ്റെ പാർട്ട്ണർ. അത് ദൈവത്തിൻ്റെ ഗിഫ്റ്റായിട്ട് സ്വീകരിക്കണം. അതിനാൽ ഇന്നെടുക്കുന്ന ഉടമ്പടി ജീവനുള്ള കാലം വരെ വിശ്വസ്തരായിരിക്കണം. ചിലർ പറയും, അഭിപ്രായ വ്യത്യാസമാണ്, കണ്ടീഷൻ വെച്ചിട്ടാണ് കല്യാണം കഴിക്കുന്നത്, അല്ലേ? സുപ്രസിദ്ധമായ കല്യാണമായിരുന്നു ഡയാനയും ചാൾസ് രാജകുമാരനും കൂടെ ഇംഗ്ലണ്ടിൽ നടന്നത്. ഡയാന ചെന്ന് കഴിഞ്ഞും വെച്ച് അവരുടെ ഉണ്ടായിരുന്ന ഉഭയസമ്മതത്തിനകത്ത് വ്യത്യാസം വരുത്തി. 6 വ്യത്യാസം വരുത്തിയെന്ന് കണ്ടാൽ ഞാൻ കേട്ടത് കേട്ടോ. 1, 2, 3, 4, 5, 6. നിങ്ങൾ പറഞ്ഞ് ഞങ്ങൾ പറയും, എല്ലാം പറയത്തില്ല, പക്ഷേ ചിലതൊക്കെ ഞങ്ങൾ ചിലപ്പോൾ സമ്മതിച്ചു തരും. പക്ഷേ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത് വരെയല്ല
ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നത് വരെ അല്ല. ഹല്ലേലൂയ. പാർട്ട്ണറിനെ വാടകയ്ക്കെടുക്കുകയല്ല, പാർട്ട്ണറിനെ പാട്ടത്തെടുക്കുകയല്ല. ഹല്ലേലൂയ. വിവാഹ ജീവിതം എന്ന് പറയുന്നത് ഒരു കരാർ ജീവിതമല്ല, അത് സ്ഥിരമാണ് സ്വർഗത്തിലും ഭൂമിയിലും. ഹല്ലേലൂയ. ഹല്ലേലൂയ. കല്യാണം നടത്തുന്ന ആള് പിതാവ് പുത്ര പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവർ ഭാര്യ ഭർത്താക്കന്മാരായിരിക്കും എന്ന് പറയുമ്പോൾ അത് സീൽ ചെയ്യുകയാണ്. ആർക്കും പൊട്ടിക്കാൻ ഒക്കാത്തതായിട്ടുള്ളൊരു സീൽ. പ്രശ്നങ്ങളിൽ ഉണ്ടാകുന്നില്ലേ? ഉണ്ടാകും. കാരണം 2 പാപികൾ ഒരു വീട്ടിൽ താമസിക്കുകയാണ്, 2 പാപികൾ ഒരു കുടക്കീഴിൽ താമസിക്കുകയാണ്, 2 പാപികൾ ഒരു അടുക്കളയിൽ നിന്ന് ആഹാരം ഉണ്ടാക്കുന്ന ഒന്നിച്ചെന്ന് കഴിക്കും. 2 പാപികളായിട്ടുള്ളതായി ഈ കാലയളവിൽ പ്രശ്നങ്ങൾ കൂടിയെന്ന് വരാം. അതിനാൽ വർക്ക് ഓൺ യുവർ മാരേജ്. നിങ്ങളുടെ കുടുംബജീവിതത്തിനകത്ത് നിങ്ങൾ പ്രവർത്തിക്കണം. ഹല്ലേലൂയ. എവറി ഡേ, എവറി വീക്ക്, എവറി ഇയർ. നമ്മളിങ്ങനെ പറയാറുണ്ടല്ലോ, വർക്ക് ഫ്രം ഹോം എന്നാണ്. ഞാൻ നിങ്ങളൊക്കെ പറയുന്നു, നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ വർക്ക് ഫ്രം ഹോം. സ്ത്രീ പുരുഷന്മാർ നമ്മളെല്ലാവരും കണ്ണാടി നോക്കും, ഇല്ലേ? ഞാൻ എല്ലാ ദിവസവും ഷേവ് ചെയ്യും. പട്ടാളത്തിൽ വെച്ചാണ് പഠിച്ചത്. എൻ്റെ പപ്പ 2 ദിവസം ഇരിക്കുമ്പോഴോ ഒക്കെ ആയിരുന്നു ഷേവ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ പട്ടാളത്തിൽ ചെന്ന് കഴിയുമ്പോൾ ഒരു ദിവസം ഞായറാഴ്ച, ഞാനത് സിലിഗുരിയിലാണ്, കാൻറ്റീൻ മാനേജറാണ്. വൈകുന്നേരം ഞാൻ വെളിയിലിറങ്ങിയിരുന്നിട്ട്, ഇലക്ട്രിസിറ്റി ഇല്ലാത്ത സ്ഥലമാണ്, അവിടെ ഞാൻ പമ്പ് ചെയ്തിട്ട് പെട്രോമാക്സ് കത്തിക്കുകയാണ്. എനിക്കൊരു ഹെൽപ്പറുണ്ട്, പക്ഷേ ഞാൻ തന്നെ കത്തിക്കുകയാണ്. ഞായറാഴ്ചയാണ്. അന്നേരമാണ് ഞങ്ങളുടെ കമാൻഡിങ് ഓഫീസർ കുന്ദൻ ലാൽ, അദ്ദേഹം അതുവഴി വന്നു. അപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് അറ്റൻഷൻ, ഗുഡ് ഈവനിങ് സാർ. അടിയണി എൻ്റെ വർത്താനമൊക്കെ പറഞ്ഞ് ചോദിച്ചു, എന്താ ഇന്ന് ഷേവ് ചെയ്യാഞ്ഞ്? ഞാൻ പറഞ്ഞു, ഇന്ന് ഞായറാഴ്ചയില്ലേ, അതുകൊണ്ടാണ്. പറഞ്ഞു, പട്ടാളക്കാരന് ഞായറാഴ്ചയില്ല, പട്ടാളക്കാരൻ എല്ലാ ദിവസവും ഷേവ് ചെയ്തിരിക്കണം. അദ്ദേഹം എൻ്റെ പറഞ്ഞു. ഞാൻ അവരെ ഓഫീസർ ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഇൻസ്ട്രക്ടർ വന്നു കഴിഞ്ഞ് വെച്ച് ഇങ്ങനെ തപ്പി നോക്കും, എവിടെയെങ്കിലും കൈ ഉടക്കി പോയാൽ രണ്ടാമതിന് പണിഷ്മെൻറ്റ് കിട്ടും. ഞാൻ അന്ന് തൊട്ടൊരു തീരുമാനമെടുത്തു, ഞായറാഴ്ച ആയിരിക്കാം, തിങ്കളാഴ്ച ആയിരിക്കാം, ചൊവ്വാഴ്ച ആയിരിക്കാം, എല്ലാ ദിവസവും. അതുകൊണ്ട് ഞാൻ ഷേവ് ചെയ്യുന്നു. ഷേവ് ചെയ്യാൻ കണ്ണാടി നോക്കണം. തലമുടി ചികണ്ടിയവർക്ക്, എനിക്ക് ആ ഗതികേടില്ല, ആ ഭാരമില്ല, അവർ കണ്ണാടി നോക്കണം, അല്ലേ? നമ്മൾ കണ്ണാടിയെ നോക്കിയിട്ട് തലമുടി ചെയ്യുന്നത് പോലെ തന്നെ, നമ്മൾ മേക്കപ്പ് ചെയ്യുന്നത് പോലെ തന്നെ, ആളുകൾ മേക്കപ്പ് ചെയ്യുന്നത് പോലെ തന്നെ കുടുംബജീവിതത്തിന് ദിവസവും കണ്ണാടികൾ നോക്കണം, ദൈവത്തിൻ്റെ വചനം നോക്കണം. ഹല്ലേലൂയ. എന്നിട്ട് ചെയ്യുകി ഒതുക്കുക, തെറ്റുകളുള്ളത് ചെയ്യുകി ഒതുക്കിയാട്ടെ, മേക്കപ്പ് ചെയ്യേണ്ടിടത്ത് മേക്കപ്പ് ചെയ്താട്ടെ, കുറവുകൾ നികത്തിയാട്ടെ. 2 പേരും ഇതുപോലെ ചെയ്യണം. ഒന്നിച്ചിരുന്ന് സംസാരിക്കേണ്ടത് സംസാരിക്കണം. ഹല്ലേലൂയ. ഇന്നത്തെ കാലത്ത് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ഉണ്ട്, അതെല്ലാവരും പോയിരിക്കണം. പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എല്ലാവരും അത്യാവശ്യമാണ്. ഞാൻ ആഗ്രഹിച്ചു പോകണം എല്ലാ സഭക്കാർക്കും ഉണ്ടാകട്ടെ, കുറച്ചുകൂടെ ഉണ്ടാകട്ടെ. കത്തോലിക്കർക്ക് നല്ലതുപോലെയുണ്ട്, നല്ല കൗൺസിലിംഗ് ഉണ്ട്. ഹല്ലേലൂയ. അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകട്ടെ. കത്തോലിക്കർക്കൊരു നിയമമുണ്ട്, പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ഇല്ലാതെ കല്യാണം നടത്തത്തില്ല. ആരെങ്കിലും നടത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അവരുടെ നിയമം അതാണ്. ഞാനും വിചാരിച്ചു പോവുകയാണ്, എല്ലാ സഭകളിലും, പെന്തക്കോസ്ത് സഭകളിൽ, ബ്രദറൻ സഭകളിൽ, ബാപ്റ്റിസ്റ്റ് സഭകളിൽ, ഇവാഞ്ചലിക്കൽ സഭകൾ, എല്ലായിടത്തും നിയമം ഉണ്ടാവട്ടെ. അത് നടത്താനുള്ള സൗകര്യം ഉണ്ടാക്കട്ടെ. കോഴിക്കോട്ടുള്ള ഒരാളുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് വരണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? ഇല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് അതിനുള്ള സൗകര്യം കൂടി ഒരുക്കിയാട്ടെ. പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്, എൻ്റെ പുസ്തകത്തെപ്പറ്റി ഞാൻ പറഞ്ഞല്ലോ, അതൊരു പ്രീ മാരിറ്റൽ ചെറിയൊരു അഡ്വൈസാണ്, കുറച്ചൊരു ബുക്കാണ്. നിങ്ങൾ കല്യാണം നടക്കുന്ന സമയത്ത് കുറി എനിക്ക് അയച്ചു തരാമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് 2 പേർക്ക്, മണവാളിനും മണവാട്ടിയുടെയും വീട്ടിലേക്ക് ഞാൻ ഈ പുസ്തകങ്ങൾ അയച്ചു തരാം. അവർ വായിക്കണം, അവരുടെ അമ്മയും ഒപ്പനും വായിക്കണം. അയൽക്കാർക്ക് എല്ലാവർക്കും കൊടുക്കാനൊക്കത്തില്ല. ഹല്ലേലൂയ. അതുപോലെ തന്നെ വിവാഹ ജീവിതം കഴിഞ്ഞ് വെച്ച് കേട്ടാട്ടെ, പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്, പ്രീ മാരിറ്റലായിട്ട് പുസ്തകം വായിക്കണം. ഹല്ലേലൂയ. പ്രീ മാരിറ്റലായിട്ട് വായിക്കേണ്ട 2 പുസ്തകങ്ങളുണ്ട്. ഒന്ന് കുടുംബജീവിതം, 2 ദാമ്പത്യ ജീവിതം, ശാരീരിക ബന്ധത്തെപ്പറ്റി പറയുന്ന ഒരു പുസ്തകം വായിക്കുന്നത് നല്ലതാണ്. ഹല്ലേലൂയ. വിവാഹം കഴിഞ്ഞു വെച്ചാൽ കുടുംബജീവിതത്തെപ്പറ്റി പറയുന്ന ഒരു പുസ്തകമെങ്കിലും എല്ലാ വർഷവും വായിക്കണം. ഞാൻ എഴുതിയിട്ടുള്ളൊരു പുസ്തകത്തിൻ്റെ പബ്ലിസിറ്റിക്കല്ല, നിങ്ങളുടെ നന്മയ്ക്ക് പറയുകയാണ്. എല്ലാ വർഷത്തിലും ഒരു പുസ്തകം നിങ്ങൾ വായിച്ചിരിക്കണം കുടുംബജീവിതത്തെപ്പറ്റി. ഒരാൾ എൻ്റെ ചോദിച്ചു, എൻ്റെ കല്യാണം കഴിഞ്ഞ് 25 വർഷമായി, ഇനി ഞാൻ വായിക്കണം? ഇല്ല, 25 വർഷം കഴിഞ്ഞെങ്കിൽ ഒരു പുസ്തകം വായിക്കേണ്ട ആവശ്യമില്ല, 2 പുസ്തകം വായിക്കണം. എന്താ കാര്യം? വർഷങ്ങൾ കഴിയുമ്പോഴാണ് പലരുടെയും ജീവിതം ഫ്രോസൺ മാരേജ് ആവുന്നത്. ഭാര്യ ഒരു മുറി കിടന്നുറങ്ങുന്നു, ഭർത്താവ് ഒരു മുറി ഇടണം, മിണ്ടുന്നില്ല, അങ്ങോട്ടും മിണ്ടാത്ത എത്ര കുടുംബം ഞാൻ കാണിച്ചു തരാം. അങ്ങോട്ടും മിണ്ടാതെ ഒരു വീട്ടിൽ താമസിക്കുക, മക്കൾക്ക് വേണ്ടി താമസിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ഒരു പുസ്തകമെങ്കിലും വായിക്കണം. എവിടെയെങ്കിലും മാരേജ് സെമിനാർ ഉണ്ടെങ്കിൽ അതിന് പോയി സംബന്ധിക്കണം. ഞാനും എൻ്റെ മൂത്ത മോളും കൂടെ ഒരു രാജ്യത്ത് പോയി, വേറൊരു രാജ്യത്ത് പോയി. അവിടെ ചെന്ന് വെച്ച് ഞാൻ പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് രാവിലെ ബൈബിൾ ക്ലാസ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇപ്പോൾ ഉച്ചയ്ക്ക് ആഹാരം കഴിഞ്ഞ് വെച്ച് എൻ്റെ മോള്, അവൾ ഫാമിലി കൗൺസിലറാണ്, പറഞ്ഞു അവൾ ക്ലാസ് എടുക്കും കുടുംബ സമാധാനത്തെപ്പറ്റി, കുടുംബജീവിതത്തെപ്പറ്റി.
അത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ സഭാശുശ്രൂഷൻ എഴുന്നേറ്റ് പറഞ്ഞു, ആരുടെയെങ്കിലും ജീവിതത്തിനകത്തൊക്കെ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ സെമിനാറിന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, തെറ്റ്. ഉണ്ടാകാത്തവരാണ് വരേണ്ടത്, ഉണ്ടാകരുതെന്ന് ആഗ്രഹമുള്ളവരാണ് വരേണ്ടത്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളൊരു കുടുംബ സെമിനാർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോകണം, ഒരു പുസ്തകം വായിക്കണം. ഹല്ലേലൂയ. എ, പ്രീ മാരിറ്റൽ. ബി, വിവാഹത്തിന് ശേഷം. സി, വിവാഹത്തിന് ശേഷം വിചാരിച്ചു ആദ്യത്തെ ഒരു വർഷം കുഴപ്പമൊന്നുമില്ല, രണ്ടാമത്തെ വർഷമായപ്പോൾ ഒരു വഴക്കുണ്ടായി, 2 വർഷം കഴിഞ്ഞാൽ പിന്നെ ഒരു വഴക്കുണ്ടായി, പിന്നെ അടുത്ത വർഷം ഒരെണ്ണം ഉണ്ടായി, പിന്നെ 6 മാസം കഴിഞ്ഞ്. അതിൻ്റെ ഫ്രീക്വൻസി കൂടിയാൽ, ഫ്രീക്വൻസി മലയാളം എനിക്ക് കിട്ടുന്നില്ല, അതിൻ്റെ സംഭവിക്കുന്നതിൻ്റെ റിഫ്താർ അത് കൂടി അടുപ്പിച്ചടുപ്പിച്ച് വരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ വർഷത്തിലൊന്നായിരുന്നത് 6 മാസത്തിലൊന്നായി, കുറച്ച് കഴിഞ്ഞാൽ 3 മാസത്തിലൊന്നായി, മാസത്തിൽ ഒന്നാകുന്നു. അതിന് മുമ്പേ നിങ്ങൾ ഫാമിലി കൗൺസിലിങ്ങിന് പോകണം. എൻ്റെ അടുക്കലല്ല വരുന്നത്, ഞാൻ ഫാമിലി കൗൺസിലറല്ല, ഞാനൊരു ഉപദേശിയാണ്. വന്നാൽ കുറച്ച് ചെറിയൊരു ഉപദേശം തരും, തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും, അല്ലേ? അതേ ഒക്കത്തുള്ളൂ. നിങ്ങൾ പോകേണ്ടുന്നത് വിദ്യാഭ്യാസമുള്ള, കൗൺസിലിങ്ങിനെ പറ്റി വിദ്യാഭ്യാസമുള്ള, കുറഞ്ഞതൊരു മാസ്റ്റേഴ്സ് അല്ല ഡോക്ടറേറ്റ് ഉള്ള ഒരു ഭാര്യയും ഭർത്താവിൻ്റെ അടുക്കലും പോകണം. ഒന്നിച്ചാണ് അവിടെ കൗൺസിലിംഗ് ചെയ്യരുത്. ഇപ്പോൾ ഒരാൾക്ക് ഭാര്യ ഇല്ലെങ്കിൽ ആർക്കും അത്രയൊന്നും ചെയ്യാനൊക്കത്തില്ല. പക്ഷേ എൻ്റെ അഭിപ്രായം, ഭാര്യയും ഭർത്താവും കൂടി ഇരുന്നിട്ട് വേണം കൗൺസിലിംഗ് കൊടുക്കുവാൻ. ചില ഡേഞ്ചേഴ്സൊക്കെ ഉണ്ട്, അതുകൂടെ വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് കൗൺസിലിങ്ങിന് പോകണം. ഫ്രീക്വൻസി കൂടി ഡിവോഴ്സ് ആകുന്നതിന് മുമ്പ്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനാഥരാകുന്നതിന് മുമ്പ്, പ്ലീസ് ഗോ ടു എ ക്വാളിഫൈഡ് ക്രിസ്ത്യൻ ഫാമിലി കൗൺസിലർ. ഹല്ലേലൂയ. ഏറ്റവും ഒടുവിലായിട്ട് ഞാൻ പറയട്ടെ, പറ്റിച്ചേർന്നിരിക്കുക. 24-ാമത്തെ വാക്യം പറയുകയാണ്, അമ്മയപ്പനെയും വീട്ടും വെച്ച്. ഹല്ലേലൂയ. പറ്റിച്ചേരണമെങ്കിൽ പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുവരിയണം. ഇത് സംഭവിക്കുന്നില്ല. ഭാര്യ വിട്ടുവെച്ച് പോരണം. പക്ഷെ ഭർത്താവ്, വേദോത്തത്തിൽ പറഞ്ഞ ഭാര്യ വിട്ടുവെച്ച് പോരണമെന്നില്ല, ഭർത്താവ് വിട്ടുവെച്ച് പോരണമെന്നാണ്. ഹല്ലേലൂയ. പുരുഷൻ അപ്പനെയും എന്ന് പറഞ്ഞാൽ വീട് വിട്ട് മാറണമെന്നല്ല, 6 മാസം വരെ ഒന്നിച്ച് താമസിക്കുന്നതാണ് നല്ലത്. എന്തിനാണ്? അവിടുത്തെ കൾച്ചർ മനസ്സിലാക്കാൻ, അവിടുത്തെ ആഹാര രീതി മനസ്സിലാക്കാൻ. കാരണം 2 പേരും വന്നു കഴിഞ്ഞാൽ ക്ലാഷ് ഉണ്ടാകും. അതുണ്ടാകാതിരിക്കാൻ അവളോട് വന്ന് 6 മാസം താമസിച്ച് കഴിയുമ്പോൾ അവരുടെ ജീവിതശൈലിയൊക്കെ മനസ്സിലാകും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറയുന്നത്. ഹല്ലേലൂയ. എന്നിട്ട് മാനസികമായിട്ട്, അല്ലേ, അതിന് വരെ കല്യാണത്തിൻ്റെ തലേന്ന് വരെ മോൻ പ്രാർത്ഥിക്കാണ്ടിരിക്കും. ആരുടെകളായിരിക്കുന്നത്? അമ്മയുടെ, മമ്മി. കല്യാണം കഴിയുമ്പോഴോ അമ്മയും പറയണം, ഇല്ല, തെറ്റാണ്, ഇനി ഇരിക്കേണ്ടത് നീ എൻ്റെ ഭാര്യ അടുക്കലാണ്. ഭർത്താവിൻ്റെ അടുക്കലും ഞാൻ പറയുകയാണ് കേട്ടോ, മണവാളിൻ്റെ അടുക്കലും ഞാൻ പറയുകയാണ്, നിങ്ങൾ അടുത്തടുത്തിരിക്കണം. കല്യാണം കഴിയുമ്പോൾ മണവാളൻ അപ്പനെയും അമ്മയും വിട്ടിട്ട് മണവാട്ടി അപ്പനെയും അമ്മയും, ഞാൻ പറഞ്ഞു ഉപേക്ഷിക്കണമെന്നല്ല. ഹല്ലേലൂയ. മാനസികമായിട്ട് ഒരു കർട്ടൻ ഇടണം. അതുവരെ ഉണ്ടായിരുന്ന സ്നേഹബന്ധത്തിന് കുറവാണ്. സ്നേഹം കുറയണമെന്നല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കണം. അതുവരെ കൊടുത്തുകൊണ്ടിരുന്ന സ്നേഹം 100% അത് കുറച്ചിട്ട് 30% 20% സാവധാനത്തിൽ അതെല്ലാം ഭാര്യയ്ക്ക് കൊടുക്കണം. അമ്മയൊപ്പിനെ പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെ മോനെ ചെയ്യേണ്ടത്, അങ്ങനെ മോനെ നീ ചെയ്യേണ്ടത്. ഹല്ലേലൂയ. വീട്ടിൽ നിന്ന് മാനസികമായിട്ട് അകന്നിരിക്കുകയല്ല. ഹല്ലേലൂയ. അപ്പനെയും അമ്മയും വിട്ടുപിരിയുക. അതെ, വിട്ടുപിരിയുക, പറ്റിച്ചേരുക. സങ്കീർത്തനം 45:10. സ്ത്രീയും ചെയ്യണം കേട്ടോ. അല്ലയോ കുമാരി, കേൾക്ക, നോക്കുക, ചെവിചായിക്ക, സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്ക. അപ്പോൾ 1-ാമത്തെ കാര്യം, 11-ാമത്തെ വാക്യം, അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ, ശരീര സൗന്ദര്യം മാത്രമല്ല കേട്ടോ, സ്നേഹ സൗന്ദര്യം ആഗ്രഹിക്കും. ഹല്ലേലൂയ. എപ്പോഴാണോ ഭർത്താവ് അമ്മയുടെ അടുക്കൽ എപ്പോഴും ഇരുന്ന് കഴിഞ്ഞാൽ, സഹോദരിമാരുടെ അടുക്കൽ എപ്പോഴും ഇരുന്ന് കഴിഞ്ഞാൽ, സഹോദരന്മാരുടെ അടുക്കൽ എപ്പോഴും ഇരുന്ന്, ഭാര്യയ്ക്ക് ഇവിടെ സ്ഥാനം. അതുപോലെ ഭാര്യ സംസാരിക്കുന്നതെല്ലാം അമ്മയുടെ അടുക്കലോ 2 മണിക്കൂർ, ഭർത്താവിൻ്റെ അടുക്കലോ ചായ വന്നോ, അവിടെ ഇരിക്കാണ്ട് നാളെ ആഹാരം വെച്ചിരിക്കുന്നു, കഴിച്ചാട്ടെ. ഇല്ല. ഹല്ലേലൂയ. നിൻ്റെ ഹൃദയത്തിൻ്റെ സൗന്ദര്യം കാണുമ്പോൾ, നിൻ്റെ സ്നേഹ സൗന്ദര്യം കാണുമ്പോൾ നിന്നോട് പറ്റിച്ചേർന്നിരിക്കും. ഹല്ലേലൂയ. എബ്രായ ഭാഷയിൽ എഴുതിയിരിക്കുന്നത് ഹല്ലേലൂയ ഒട്ടിപ്പിടിച്ചിരിക്കുമെന്നാണ്. എങ്ങനെയാണോ ഫെവിക്കോൾ വെച്ചിട്ട് 2 കടലാസ് ഒട്ടിച്ചിട്ട് അല്പം കഴിഞ്ഞ് അകത്തിയെടുക്കാൻ നോക്കിയാൽ ഒക്കത്തില്ല, അതുപോലെ പറ്റിപ്പിടിച്ചിരിക്കണം കേട്ടോ. ആരും വേർപെടുത്തരുത്. മത്തായി 19:6 യേശുക്രിസ്തു പറഞ്ഞത്, ആരും നിങ്ങൾ വേർപെടുത്തരുത് കേട്ടോ. നിങ്ങളുടെ മാതാപിതാക്കൾ വേർപെടുത്തരുത് കേട്ടോ. നിങ്ങളുടെ സ്നേഹിതർ വേർപെടുത്തരുത് കേട്ടോ. ആരും സൗന്ദര്യം വേർപെടുത്തരുത്. പണം, സൗന്ദര്യം കുറഞ്ഞൊന്നും വരാം. ഹല്ലേലൂയ. പണം വേർപെടുത്തരുത് കേട്ടോ. ഇന്ന് നല്ലതുപോലെ പണം ഉണ്ടായിരിക്കാൻ നാളെ പണം ഇല്ലാത്ത അവസ്ഥയിലൂടെ പോയെന്ന് വരാം. ജോലി നിങ്ങളെ വേർപെടുത്തരുത്
ഭാരപ്പെടുത്തരുത് കേട്ടോ. വളരെ ജോലി തിരക്കുള്ള മനുഷ്യരായിരിക്കാം. ഹല്ലേലൂയ. നിങ്ങളുടെ പട്ടി, നിങ്ങളുടെ വേർപ്പിൻ്റെ വാടയുണ്ടാകുന്നു, നിൻ്റെ കൂടെ ഭയങ്കര വാടയാടി, അതിനെന്താ നല്ലൊരു സോപ്പ് വാങ്ങിച്ചു കൊടുത്താട്ടെ, എന്നിട്ടൊരു പെർഫ്യൂം അടിച്ചു കൊടുത്താട്ടെ, പൗഡറിലൊക്കെ വാങ്ങിച്ചു കൊടുത്താട്ടെ. ഹല്ലേലൂയ. പരിഹാരം കാണുക, ഒന്നും വേർപെടുത്താൻ അനുവദിക്കരുത്. ഇനിയും കുറേ ഉപദേശങ്ങളോട് എനിക്ക് പറയാനുണ്ട് കേട്ടോ. നിങ്ങൾ എൻ്റെ സിനിമ കണ്ടിട്ടുണ്ടോ? ഹല്ലേലൂയ. ബെറ്റർ ഹാഫ് മലയാളം ക്രിസ്ത്യൻ മൂവി എന്നടിക്കാമെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിനകത്ത് കാണാം. അതല്ലെങ്കിൽ ഇതിനകത്ത് കാണുന്ന സ്ക്രീനിൽ കാണുന്നതായിട്ടുള്ള ലിങ്കിനകത്ത് നിങ്ങൾ അടിക്കാമെങ്കിൽ കാണാം. ഇനിയും പറയുന്നത് കേട്ടാട്ടെ, വിലപ്പെട്ട 12 ഉപദേശങ്ങൾ തരികയാണ്. അതൊരു സിനിമയാണ്. വലിയൊരു തുക ചെലവാക്കി ഞാൻ ഉണ്ടാക്കിയതാണ്. ദൈവം എൻ്റെ ഒക്കെ പറഞ്ഞു. ഏകദേശം 5 അതിൽ കൂടുതൽ വർഷങ്ങൾ, 5 കേട്ടോ, ഏകദേശം 10 വർഷം ഞാൻ അന്വേഷിച്ച് നടന്നു. എനിക്ക് ഒരു യഥാർത്ഥ കഥ വേണം. കഥ എഴുതാൻ ആരെ കൊണ്ടുപോകും അല്ലേ? തകഴി ശിവശങ്കര പിള്ളയെ പോലുള്ള ഒരാളോ അല്ലെങ്കിൽ വേറെ കഥ എഴുതാൻ അറിയാവുന്ന സക്കറിയായെ പോലുള്ള ഒരാളിനെ കൊണ്ടോ കഥ എഴുതിക്കാൻ എനിക്ക് ഒക്കും. ഹല്ലേലൂയ. എന്നാൽ ഒരു യഥാർത്ഥ ജീവിതത്തിന് ഞാൻ കാണുകയായിരുന്നു. എനിക്ക് അവസാനം ദൈവം കാണിച്ചു തന്നു, എനിക്ക് കിട്ടി. ഞാനൊരു നല്ല സിനിമ ഉണ്ടാക്കി നിങ്ങൾക്ക് തരികയാണ്. നിങ്ങൾ ദയവേത് ആ സിനിമ കാണണം. ഹല്ലേലൂയ. എന്നിട്ട് ഞാൻ അവസാനം 12 ഉപദേശങ്ങൾ തരുന്നുണ്ട്. ഒരു കുടുംബജീവിതം മാധുര്യമുള്ളതാക്കി നിലനിർത്തുവാൻ, എന്നും നിലനിൽക്കുന്നതായി തീർക്കുവാൻ. ഹല്ലേലൂയ. അതിൻ്റെ പുതുമ നഷ്ടപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണം? നിങ്ങൾ ആ ഭാഗം വരുമ്പോൾ സിനിമ കണ്ടിട്ട് എൻ്റെ ഈ 12 ഉപദേശം തരുന്ന സമയത്ത് ഭാര്യയും ഭർത്താവും കൂടെ കൈകോർത്ത് പിടിച്ച് ഒഴിക്കുക, അത് കേൾക്കുക, എന്നിട്ട് ഒന്നിച്ച് പ്രാർത്ഥിക്കുക. ഇനിയും പറയുന്നത് കേട്ടാട്ടെ, നിങ്ങൾ ഏകനായിരിക്കരുത്. യേശു ക്രിസ്തു പറഞ്ഞതാണ്, ദൈവം പറഞ്ഞതാണ്, പിതാവായ ദൈവമാണ്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല. ഏകനായി ഇടരുത് കേട്ടോ. ഏകനായിട്ട് വിടരുത് അയാളെ കേട്ടോ. ഹല്ലേലൂയ. ഏകയായിട്ട് വിടരുത് കേട്ടോ. ഹല്ലേലൂയ. വീട്ടിലിരിക്കുന്ന സമയത്തും അടുത്തടുത്തിരിക്കുക, ആരും വേർപെടുത്തരുത്. ദൈവം കൂട്ടിച്ചേർത്തതാണ്. ഇനിയും പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കണം. നിങ്ങളുടെ ഭാര്യയെ സ്നേഹിക്കണം, നിങ്ങളുടെ ഭർത്താവിനെ സ്നേഹിക്കണം, നിങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കണം, നിങ്ങളുടെ സഭയെ സ്നേഹിക്കണം, നിങ്ങളുടെ ദൈവത്തെ സ്നേഹിക്കണം. ഹല്ലേലൂയ. ഇനിയും പറയുന്ന ഈ പ്രയോറിറ്റി നഷ്ടപ്പെടുത്തരുത്. എൻ്റെ ആ സിനിമയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, 1 ദൈവം, 2 നിങ്ങളുടെ കുടുംബം. നിങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത് നിങ്ങളുടെ അപ്പനും അമ്മയും സഹോദരന്മാരും അല്ല, അത് അവരുടെ കുടുംബമാണ്. നിങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും മക്കളും മാത്രം, വേറെ എല്ലാവരും വെളിയിലാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തെ, 1 ദൈവം, 2 നിങ്ങളുടെ കുടുംബം, പിന്നെ 3 നിങ്ങളുടെ സഭയും ശുശ്രൂഷയും ബാക്കി സകലതും വരുന്നത്. അനുഗ്രഹിക്കപ്പെട്ട മണവാള, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയാണ്. മണവാട്ടി, ഞാൻ സഹോദരിയെ അനുഗ്രഹിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം കെട്ടിപ്പടുക്കുവാൻ സ്വർഗസ്ഥനായ ദൈവം നിങ്ങൾക്ക് ഇടയാക്കട്ടെ. എൻ്റെ ഈ ബൈബിൾ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനമെന്ന് വിചാരിക്കുന്നു, മാതാപിതാക്കൾക്ക് പ്രയോജനമെന്ന് വിചാരിക്കുന്നു, എൻ്റെ ശബ്ദം കേട്ട സകലർക്കും പ്രയോജനമെന്ന് വിചാരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം ഉണ്ടാകുന്നില്ല, ഉണ്ടാക്കിയെടുക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം ഉണ്ടാക്കിയെടുക്കുക, കെട്ടിപ്പടുക്കുക. സ്വർഗസ്ഥനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ആർക്കൊക്കെയാണ് എൻ്റെ ഈ സന്ദേശം കേൾക്കുന്ന, ആരെങ്കിലും യൂട്യൂബിനകത്തോ ടെലിവിഷനകത്തോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, കൈകോർത്ത് പിടിക്കുമോ? ഞാൻ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ദൈവമേ, മണവാളിനും മണവാട്ടിയും കൈകോർത്ത് പിടിക്കേണ്ട, ഇപ്പോൾ അത് പിന്നീട് മതി. ഹല്ലേലൂയ. ബാക്കിയുള്ളവർക്ക് കൈകോർത്ത് പിടിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, സ്വർഗസ്ഥനായ ദൈവമേ, നീ അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതം ധന്യമായി തീരട്ടെ. യഹോവയാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. അന്ധകാര ശക്തികൾ അവരെ തൊടാതെ, അഥവാ അന്ധകാര ശക്തികൾ വന്നാൽ അവരെ ഒന്നിച്ചു നിന്നിട്ട് ആ ശത്രുവിനോട് എതിർത്ത് നിൽക്കുവാൻ, അവനെ ഓടിക്കുവാൻ കർത്താവേ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട സമാധാനമുള്ള ഒരു കുടുംബജീവിതം ഞാൻ അവർക്ക് നേരുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ആമേൻ.